ഹലോ, നമ്മളൊന്ന് BPCC 107 സോഷ്യൽ സൈക്കോളജിയിലെ 10ാമത്തെ യൂണിറ്റാണ് ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന ആ ബ്ലോക്കിലെ 10ാമത്തെ യൂണിറ്റാണിത്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരസ്പരം കൂട്ടം കൂടി ജീവിക്കുന്നത്, കണക്റ്റഡായിട്ട് കമ്പനിയായിട്ട് ജീവിക്കുന്നത്, പിന്നെ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു തോന്നലും പൂതിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് അതിൻ്റെ ശാസ്ത്രീയമായ വിശദീകരണങ്ങളൊക്കെയാണ്. അപ്പോൾ ആർക്കിടെക്ചർ ഓഫ് ദി കണക്ഷൻ, നമ്മുടെ കണക്ഷൻസൊക്കെ എങ്ങനെയുണ്ടാകുന്നത് നമ്മളിവിടെ പഠിക്കുന്ന ഡിക്കോഡിങ് ദ സൈക്കോളജിക്കൽ ഫോഴ്സസ് ദാറ്റ് പുൾ ഹ്യൂമൻ ടുഗെദർ ആൻഡ് പുഷ് അസ് ദ ആക്ട്. അപ്പോൾ മനുഷ്യന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും കൂട്ടുകൂടാനും ഒരു കുടുംബമായി അല്ലെങ്കിൽ ഒരു സംഘമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സ്ലൈഡ് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ. സംഘമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്, കൂട്ടമായി ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലെ ഓരോ സ്ലൈഡിലേക്ക് നോക്കാം. ഇതിനെ കുറിച്ച് സൈക്കോളജിക്കലി അവലോകനം ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇതിന് പല ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ബയോളജിക്കൽ, ജന്മനാ നമുക്ക് അങ്ങനെ ഒരു വാസനയുണ്ട് എന്നാണ് കൂട്ടമായി ജീവിക്കാൻ. മനുഷ്യന് ഒരു സമൂഹജീവി ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുക, കൂട്ടം തെറ്റി ജീവിക്കുക എന്നുള്ളത് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നില്ല. സോഷ്യൽ എക്സ്ക്ലൂഷൻ, എല്ലാവരും നിന്നും മാറിയിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് അതൊരിക്കലും മനുഷ്യൻ ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, മനുഷ്യൻ അങ്ങനെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ മരിച്ചു പോകും, സമനില തെറ്റിപ്പോകുന്നുള്ളതാണ്. കൂട്ടത്തുനിന്ന് അകറ്റി നിർത്തിയിട്ട് ഒറ്റപ്പെട്ട് ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അതിന് മനുഷ്യന് മാനസികമായ പ്രയാസങ്ങളുണ്ടാകും. നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണം തുടങ്ങിയിട്ട് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പലവരെയും പിടിച്ച് അന്തമാൻ ദ്വീപിലൊക്കെ കൊണ്ടുപോയിട്ടിരുന്നു. അവിടെയൊക്കെ സെല്ലുലാർ ജയിലിൽ കൊണ്ടുപോയിട്ട് ഇട്ടിരുന്നു. കലാപാനി എന്ന ഒരു ചികിത്സാ രീതിയെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്ത് പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്ന ആൾക്കാരെ കൊണ്ടുപോയി അന്തമാൻ നിക്കോബാർ ദ്വീപിലുള്ള ഒറ്റപ്പെട്ട മൂലയിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ആൾക്കാർ ഒറ്റയ്ക്ക് വേറെ ആരോടും സംസാരിക്കാനോ ഇടപഴകാനൊന്നും ഇല്ലാതെ മാനസിക നില തെറ്റി ഭ്രാന്ത് പിടിച്ച് ഒറ്റയ്ക്ക് മരിച്ചു പോയ ചരിത്രമൊക്കെ ഇന്ത്യൻ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ കൂട്ടമായി ജീവിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ജന്മവാസനയാണ്, ജന്മസഹജമാണ്. കൂട്ടം തെറ്റി ജീവിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ മനുഷ്യൻ എന്താ ഉള്ളത്? നീഡ് ടു അഫിലിയേറ്റ്, കൂട്ടം കൂടാൻ, മറ്റുള്ളവരോട് സംഗമിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ളൊരു കഴിവ്, ഒരു വ്യഗ്രത, ജന്മവാസന മനുഷ്യനുണ്ട്. ബേസിക് ടു ഹ്യൂമൻ, മനുഷ്യന് അടിസ്ഥാനമാണ് സർവൈവ്. അപ്പോൾ മനുഷ്യന് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്നതുപോലെ തന്നെ മനുഷ്യൻ എന്താണ്, പ്രയാസകരമാകുന്ന ഘട്ടങ്ങൾ, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഒരാളുടെ കൂടെ കൂടുക, സമൂഹത്തിൻ്റെ കൂടെ താമസിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ജന്മവാസനയാണെന്നാണ് 1959 സാച്ചർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൂട്ടമായി ജീവിക്കുന്നതിൻ്റെ പിന്നിൽ ധാരാളം ഘടകങ്ങളുണ്ട്. അത് നമ്മുടെ ഇൻ്റർപേഴ്സണൽ അട്രാക്ഷൻ ആകാം, ഓരോന്നിങ്ങനെ പറഞ്ഞു പോവുകയാണ്. ബയോളജിക്കൽ റീസൺസ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ ബയോളജിക്കൽ റീസൺസിൽ പറയുന്നത് 3 ഡയമെൻഷൻ ഓഫ് ദി ഇൻ്റർപേഴ്സണൽ അറ്റൻഷൻ. അതിന് 3 വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ജന്മന എന്ന് പറയുമ്പോൾ ഒന്ന് ഇൻറ്റേർണൽ ഫോഴ്സസ്, നമ്മളെ ഉള്ളിലുള്ള ചില ഘടകങ്ങൾ, അഥവാ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്, പല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട്. 2 എക്സ്റ്റേണൽ ഫോഴ്സസ്, നമ്മുടെ ഉള്ളിലല്ല മറിച്ച് നമ്മുടെ പുറത്തുള്ള പല ഘടകങ്ങളും നമ്മുടെ കൂട്ടമായി ജീവിക്കാൻ, സംഘമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. 3 ഇൻ്റർപേഴ്സണൽ ഫോഴ്സസ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഇടപഴകലിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ 3 രീതിയിലാണ് നമ്മുടെ ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടമായി പരസ്പരം സഹായിക്കുക, സഹകരിക്കുക, കൂട്ടം കൂടുക എന്നത് വരുന്നത്. ഒന്നാമത്തത് എടുക്കുക, ഇൻറ്റേർണൽ ഫോഴ്സസ്. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത്, ഓരോ വ്യക്തിയുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ളത്, അതായത് മൂഡ്. നമ്മുടെ മൂഡ് പലപ്പോഴും സന്തോഷകരമായ ഒരു മൂഡാണെങ്കിൽ മറ്റൊരാളെ കൂടാനും മറ്റൊരാളൊപ്പം താമസിക്കാനും സംസാരിച്ചിരിക്കാനൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? അങ്ങനെ ആവുമ്പോൾ നമ്മളെന്താണ് അതാണ് അതിൻ്റെ രീതി. രണ്ടാമത്തത് നമ്മുടെ മൂഡല്ല മറിച്ച് നമ്മുടെ പുറത്തുള്ള, അതായത് ചുറ്റുഭാഗം ഭയങ്കര സന്തോഷകരമായ രംഗങ്ങളായിരിക്കാം, ആനന്ദകരമായ രംഗങ്ങളായിരിക്കാം. അപ്പം അതല്ലെങ്കിൽ നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്ഥിരമായി കാണുന്നു, അയാളിങ്ങനെ അങ്ങനെയൊക്കെയുള്ള കുറേ ഘടകങ്ങളുണ്ടാവും. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിലേക്ക് പോകാം. ഒന്നാമത്തത് മൂഡ് ഫിൽറ്ററാണ്, അഥവാ നമ്മുടെ ഉള്ളിലുള്ളത്. അങ്ങനെ പറഞ്ഞാൽ ഒരു മനുഷ്യന് അയാൾ
ഒരു 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 വ്യക്തിയെ അപരിചിതമായിട്ട് കാണുകയാണ്, പെട്ടെന്ന് കാണുകയാണ്, ഒരാളെ വഴിയിൽ കാണുന്നു, അല്ലെങ്കിൽ ഒരാൾ വീട്ടിലേക്ക് കയറി വരുന്നു, അല്ലെങ്കിൽ നമ്മൾ പരിചയമില്ല. അവിടെ നമ്മൾ നല്ലൊരു മൂഡിലാണ് എങ്കിൽ, സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് എങ്കിൽ അയാളുടെ സംസാരിക്കാൻ നമ്മൾ റെഡിയായിരിക്കും. അയാൾ എന്ത് ഹെൽപ്പ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് ഹെൽപ്പ് കൊടുക്കാൻ റെഡിയായിരിക്കും. ഇതാണ് ഡയറക്റ്റ്, അല്ലേ? ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് എന്നാണ്. പൊതുവേ നമുക്കെന്താണ്, നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരോട് അങ്ങോട്ട് നല്ല രീതിയിൽ നമ്മൾ പെരുമാറും. ഇങ്ങോട്ട് ചിരിച്ചാൽ നമ്മൾ ചിരിക്കും, ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറയും. അപ്പോൾ നമ്മുടെ മെൻറ്റാലിറ്റി സുഖകരമാണെങ്കിൽ, അതായത് അയാളുടെ മെൻറ്റാലിറ്റിയും സുഖകരമാണെങ്കിൽ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാകും. ഇങ്ങനെ സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് ഒന്നാമത്തെ തിയറി പറയുന്നത്. അപ്പോൾ ഒരാൾ നമ്മൾ നേരെ നോക്കി ചിരിക്കുകയോ നല്ല രീതിയിൽ സംസാരിക്കുകയോ ചെയ്താൽ നമുക്കൊരു ഫീലിംഗ് ആണ്, നമ്മൾ പോസിറ്റീവ് ആകുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചിരിക്കുന്നു, സംസാരിക്കുന്നു, ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നു, ആ ഒരു മൂഡ്. രണ്ടാമത്തെ വെച്ചാൽ ഇവർ പറഞ്ഞു വെച്ചാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിലൂടെ പറയുന്നു. അതായത് പലപ്പോഴും പരസ്യത്തിലേക്ക് ഇതാ ഉപയോഗിക്കുന്നത്. നമ്മൾ പലപ്പോഴും പല തീരുമാനം എടുക്കുന്നത് നമ്മുടെ മാനസിക നില നോക്കിയിട്ടാണ്. ഇപ്പോൾ പരസ്യത്തിലൊക്കെ ടി വിയിലൊക്കെ കണ്ടില്ലേ, ഒരു കുഞ്ഞ് ചിരിക്കുന്നതും ചാടിക്കളിക്കുന്നതും ആനന്ദിക്കുന്നതും ഇങ്ങനെ കാണും. അപ്പോൾ നമ്മളിങ്ങനെ സന്തോഷമാവും. അതിൻ്റെ ഇടയിൽ ഒരു സാധനം പോയി വിൽക്കുന്നോ വാങ്ങുന്നോ ഒക്കെ. അപ്പോൾ കുട്ടിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ നന്മക്ക്, എന്താ പറയുക, പുരോഗതിക്ക്, അങ്ങനെയൊക്കെ എങ്ങനെയാണെങ്കിൽ അത് വാങ്ങിക്കോളൂ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കണമെന്നൊക്കെ പറയുമ്പോൾ വാങ്ങും. കാരണം എന്താണ്, ആ കുട്ടിയെ കണ്ട്, ആ നല്ലൊരു രംഗം കണ്ട് ആസ്വദിച്ച് നമ്മൾ സന്തോഷത്തിലാണുള്ളത്. അപ്പോൾ ഇവിടെ 500 രൂപ പോകുന്നു, 1000 രൂപ വരുന്നു, 2000 പോകണമെന്ന് നമ്മൾ ചിന്തിക്കില്ല, ആണ് വാങ്ങും. ഇതേ രൂപത്തിലാണ് സെയിൽസ്മാൻമാരൊക്കെ അങ്ങനെ വരിക, അല്ലേ? നമ്മളോട് സംസാരിച്ച് നമ്മളൊന്ന് കുപ്പിയിലാക്കിയിട്ട് നമ്മളൊന്ന് ആനന്ദിപ്പിച്ച ശേഷമാണ് അവർ സാധനം സെയിൽ ചെയ്യുക. ഇത് പൊതുവെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ മൂഡ് എന്നത് അഥവാ സന്തോഷകരമായ രംഗത്താണ് എങ്കിൽ, ആനന്ദകരമായ ഇതിലാണ് എങ്കിൽ നമ്മൾ പരസ്പരം അടുക്കുന്നു എന്നുള്ളതാണ്. ഇനി എക്സ്റ്റേണൽ ഫോഴ്സസ്, നമ്മളുമായി ബന്ധപ്പെട്ടല്ല, നമ്മുടെ ഉള്ളിലുള്ളതല്ല, മറിച്ച് നമ്മുടെ പുറത്ത്, നമ്മുടെ പരിധിൻ്റെ അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ, അതും പലപ്പോഴും എന്താവും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ സഹായിക്കുന്നുണ്ട്, അഥവാ കൂടുതൽ അടുക്കാൻ സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിളിൽ ഒന്നാമത് പറഞ്ഞ മിയർ എക്സ്പോഷർ. അത് സിൻജോങ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് 1965 അങ്ങനെ പറയുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ പലപ്പോഴും നമ്മൾ പല ആൾക്കാരോടും കൂട്ടുകൂടുന്നതും ബന്ധപ്പെടുന്നതും അടുക്കുന്നതും അവരെ പലപ്പോഴായി കാണുന്നതുകൊണ്ടാണ്. അതായത് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്ഥിരമായി നമ്മൾ കാണുന്നു, അങ്ങനെ കണ്ട് 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 അയാളൊരു അപരിചിതൻ എന്നുള്ളത് മാറിയിട്ട് പരിചിതനായി പോവാണ്. അങ്ങനെ ചെറിയ കുട്ടികളെ കാണല്ലേ, ഫസ്റ്റ് ഒരു ജന്തുവിനെ കാണുമ്പോൾ, പൂച്ചയെ കാണുകയാണെങ്കിൽ എലിയെ കാണുമ്പോൾ പേടിക്കും, കരയും. സ്ഥിരമായി ആ പൂച്ചയെ കണ്ട് 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 ആ പൂച്ചയെ പേടില്ലാതെ പിന്നെ പൂച്ചയുടെ കൂടെ കളിക്കാൻ തുടങ്ങും. ഏത് ജീവികളോടും ആണ് തന്നെ. സ്ഥിരമായി ഒരു കുട്ടി വീട്ടിൻ്റെ മുന്നിലൂടെ പോകുന്ന ഒരാളെ കണ്ട് 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 പേടില്ലാതെയാവും, പിന്നെ അയാളുടെ അടുക്കും, സംസാരിക്കും. അങ്ങനെയാണ് മനുഷ്യൻ. അപ്പോൾ മിയർ എക്സ്പോഷർ, കേവലം കണ്ടാൽ തന്നെ, കേവലം കണ്ട് 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 എന്താവും, ആ അകൽച്ച ഇല്ലാതെയായി. അതും അയാളെ നമ്മൾ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല, അയാളത്ര ശല്യക്കാരനൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നും ആക്കുന്ന ആളല്ല എന്നുള്ള ധാരണ നമുക്ക് വരുന്നു. അങ്ങനെ നമ്മൾ അദ്ദേഹത്തോട് അടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളിലുള്ളതല്ല, പുറത്തുള്ളതാണ്, എക്സ്റ്റേണൽ ഫോഴ്സാണ്. ഒരു എക്സാമ്പിൾ പറയാം. 1992 ഇങ്ങനൊരു സംഭവം നടന്നു. മോർലാൻഡ് ബീച്ച് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് അവർ പഠനം നടത്തി. അത് ക്ലാസ് എടുക്കാൻ വരുന്ന ടീച്ചറോട് കൂടെ ലാബ് അസിസ്റ്റൻ്റ് ആൾക്കാർ സ്ഥിരമായി ക്ലാസ്സിൽ വരാറുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം കുട്ടികളോട് ഈ ലാബ് അസിസ്റ്റൻറ്റിനെ കുറിച്ച് ചോദിച്ചു നോക്കുമ്പോൾ അവർക്ക് എല്ലാം ഇഷ്ടമായിരുന്നു. ആ ലാബ് അസിസ്റ്റൻ്റ് ഇവരോട് ഇടപഴകുകയോ സംസാരിക്കുകയോ ഒന്നുമില്ല. പക്ഷേ സ്ഥിരം കണ്ട് 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 ആ ലാബ് അസിസ്റ്റൻറ്റിനോട് ഭയങ്കര താല്പര്യവും അടുപ്പവും. അവരൊരു ഒരു അപരിചിതത്വം ഒഴിവാക്കിയിട്ട് കമ്പനിയായി. അപ്പോൾ കേവലം വന്നിരുന്നാൽ തന്നെ, കണ്ടിരുന്നാൽ തന്നെ, നമ്മൾ റിപ്പീറ്റഡ്ലി കാണുന്നതോട് കൂടി തന്നെ ആൾക്കാരോട് അടുക്കുന്നു, അവരോട് പോസിറ്റീവ് റിലേഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മൾ സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. ഓക്കെ. പക്ഷേ അപ്പിയറൻസിലും പിന്നെ അതിലൊരു ചെറിയ ബയാസ് വരും. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ് മിയർ എക്സ്പോഷറാണ്. എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് കാണുക. അപ്പോൾ സ്ഥിരമായി നമ്മളൊരു മൂവി കാണുമ്പോൾ, സ്ഥിരമായി ഒരു സീരിയൽ കാണുമ്പോൾ, അത് എത്ര ഹൊററാണെങ്കിലും നമ്മൾ കണ്ട് 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 അതൊരു വിഷയമല്ലാതെയാവും. അല്ലെങ്കിൽ എത്ര ഭീതിപ്പെടുത്തുന്ന പേടിപ്പിക്കുന്നതാണെങ്കിൽ കണ്ട് കണ്ട് അതൊരു പ്രശ്നമില്ലാതെയാകും. എത്ര വൾഗറാണെങ്കിലും കണ്ട് കണ്ട് അതൊരു വൾഗർനെസ് ഇല്ലാതെയാവും. ഇതേ രൂപത്തിൽ മനുഷ്യനോട് അടുത്തു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ എക്സ്പോഷറിനെ പോലെ തന്നെ പ്രോക്സിമിറ്റി എന്നൊരു സംഭവം. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങോട്ടൊരാൾ നല്ല രീതിയിൽ പെരുമാറിയാൽ നമ്മൾ അങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറും, ഇങ്ങോട്ട് മോശമായി പെരുമാറിയാൽ നമ്മൾ അങ്ങോട്ട് പെരുമാറും. അപ്പോൾ രണ്ടാമത്തെ കാരണം എന്താണ്? പ്രോക്സിമിറ്റി. നമ്മളിൽ പെടാത്തതും എന്നാൽ നമ്മളെ സ്വാധീനിക്കുന്നതുമായ, നമ്മളെ ബന്ധങ്ങളെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകം ഒന്ന് പ്രോക്സിമിറ്റിയാണ്.
അപ്പോൾ ഒന്ന് പറഞ്ഞു ബയോളജിക്കൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത് നമ്മുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ശാരീരികാവസ്ഥ. 2 നമ്മളുമായി ബന്ധപ്പെട്ട ചുറ്റുപാട് എക്സ്റ്റേണലുള്ളത്. 3 പരസ്പര ബന്ധങ്ങൾ, ഇൻ്റർപേഴ്സണൽ ഫോഴ്സസ്, നമ്മളും അവരും. ഈ ഇൻ്റർപേഴ്സണൽ ഫോഴ്സസ് എന്തായിരിക്കും? പലപ്പോഴും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളും സൗഹൃദങ്ങൾ കൂട്ടുവാനും പരസ്പര സഹായങ്ങളിലേക്ക് എത്തിക്കും. അതായത് സിമിലാരിറ്റി എന്ന് പറയും. സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ എത്രമാത്രം സിമിലർ ആണോ, എത്രമാത്രം നമ്മളോട് അടുപ്പമുണ്ടോ, എത്രമാത്രം നമ്മളെപ്പോലെ തോന്നിക്കുന്നോ അത് പലപ്പോഴും നമുക്കിഷ്ടമായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അതേ ഡ്രസ്സ് ഇട്ടാൽ, നമ്മൾ അതേ രൂപത്തിൽ എന്താ പറയുക ഒരു ഇതിലുള്ള ഒരു യൂണിഫോമൊക്കെ ഇട്ട്, ഇപ്പോൾ സ്കൂളിൽ നമ്മൾ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ സ്കൂൾ വിട്ട് പുറത്ത് വരുന്ന സമയത്ത് കുറേ സ്കൂളിലെ കുട്ടികളുണ്ട് ടൗണിലെങ്കിലും, നമ്മൾ സ്കൂളിലെ യൂണിഫോം ഇട്ട് അതേ രൂപത്തിലുള്ള കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഡ്രസ്സും മറ്റൊക്കെ കാണുന്ന അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അടുക്കാനും സംസാരിക്കാനും തോന്നും. എന്നാൽ വേറെ യൂണിഫോം കൊണ്ട് അടുക്കാൻ തോന്നിക്കൊള്ളുന്നില്ല. പൊതുവേ അങ്ങനെയാണ്. നമ്മളെപ്പോലെ ഡ്രസ്സ് ധരിച്ച, നമ്മളെപ്പോലെ പെരുമാറുന്ന ഒരാളുണ്ടെങ്കിൽ അവരോട് നമുക്കൊരു അടുപ്പം കാണും, അങ്ങനെ അവരോട് എടുത്ത് പെരുമാറുന്നതാണ്. ഇനിയിപ്പോൾ 2 ആൾ സംസാരിക്കുക എന്ന് വിചാരിക്കുക. 2 ആൾ സംസാരിച്ചു പോകുന്ന സമയത്ത് ഇയാൾ പറയുന്നതും അയാൾ പറയുന്ന വിഷയങ്ങൾ, ഈ 2 വിഷയങ്ങൾ, ഇവർ 2 പേര് 10-15 വിഷയങ്ങൾ സംസാരിച്ചു എന്ന് വിചാരിക്കുക. ഈ 10-15 വിഷയങ്ങൾ ഇയാളുടെ അതേ മെൻറ്റാലിറ്റിയാണ്, ഇയാളുടെ അതേ ചോയയാണ്, ടേസ്റ്റാണ് മറ്റാൾക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം നീണ്ടുപോകും അല്ലേ? ഒരു 10 വിഷയങ്ങളിൽ 6 വിഷയങ്ങളിലും ഇവർ 2 ഒരുപോലെയാണെങ്കിൽ, ഒരേ ആശയക്കാരാണെങ്കിൽ, ഒരേ ചിന്താഗതിക്കാരാണെങ്കിൽ, ഒരേ നിലപാടുകാരാണെങ്കിൽ മിക്കവാറും ആ അടുപ്പം കൂടി സൗഹൃദം കൂടിപ്പോവും. അതേസമയം അവർ സംസാരിക്കുന്ന 10 വിഷയങ്ങൾ 2 ഒരു യോജിപ്പുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വ്യത്യാസം. ഇപ്പോൾ രാഷ്ട്രീയം 2 മതം 2 പിന്നെ സാമ്പത്തിക നില 2, ഇങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ ആശയങ്ങളാണെങ്കിൽ അത് കൂടുതലുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻ എന്നുള്ളത് സൗഹൃദങ്ങൾ കൂടുവാനും ബന്ധങ്ങൾ കൂടുവാനും കാരണമാകും. അതിനൊരു കണക്ക് പറയുന്നു. ഇപ്പോൾ പ്രൊപ്പോർഷൻ ഓഫ് ദി സിമിലാരിറ്റി, എത്രമാത്രം നമ്മൾ സിമിലറാണ്. ബെയറൻ ആൻഡ് നെൽസൺ എന്ന് പറയുന്ന ആൾക്കാർ 1965 ഒരു ഫോർമുല ഉണ്ടാക്കി. നമ്പർ ഓഫ് സിമിലർ വ്യൂസ്. 2 പേര് സംസാരിക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാട്, സംസാരിച്ച വിഷയങ്ങൾ 10 അതിൽ 10ൽ 8 ഒരേ ചിന്താഗതി. ഇവരുടെ സബ്ജക്റ്റ് ഒന്നാണ്, ഇവർ സയൻസ് ഗ്രൂപ്പാണ്, അവരും സയൻസ് ഗ്രൂപ്പാണ്, ഇവർക്ക് ബയോളജി ഇഷ്ടം, അവർക്കും ബയോളജി ഇഷ്ടം, ഇവർക്ക് ഇതിന് ശേഷം നീറ്റ് ചെയ്തിട്ട് MBBS പോകണം, അവർക്കും MBBS പോകണം, അങ്ങനെ ഇന്ന സ്ഥാപനത്തിൽ പോകണം, അങ്ങനെ പോയിക്കുമ്പോൾ ഏകദേശം ഒരേ മാതിരിയാണെങ്കിൽ മിക്കവാറും ഭയങ്കര കമ്പനിയാവും, സൗഹൃദമാവും. നേരെ മറിച്ച് ഇവർക്ക് കൊമേഴ്സും മറ്റൊക്കെ സയൻസും, ഇവർക്ക് മാത്സിനോട് താല്പര്യമുണ്ട്, മറ്റൊക്കെ സയൻസ് ബയോളജിയോട് താല്പര്യം, ഇവർക്ക് ഇന്ന കോളേജിൽ പോകണം, അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിലേക്ക് പോകും. വ്യക്തമായ കാഴ്ചപ്പാടാകുമ്പോൾ ആ സിമിലാരിറ്റി കുറയുന്നു, ബന്ധം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ സിമിലാരിറ്റി എന്നത് ഒരു ഘടകമാണ്. ഈ സിമിലാരിറ്റി എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഇൻ്റർപേഴ്സണൽ കണക്ഷൻ, അത് മിക്കവാറും സൗഹൃദങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു അതുമായി ബന്ധപ്പെട്ട് 3 തിയറികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സിമിലാരിറ്റി അട്രാക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു, പരസ്പരം അടുക്കാൻ കാരണമാകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, അതിനെക്കുറിച്ച് അത് വിശദീകരിക്കാൻ 3 തിയറി നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഹെയ്ഡറുടെ തിയറിയാണ്. 1958 ഹെയ്ഡർ എന്നുള്ള സൈക്കോളജി, അമേരിക്കൻ സൈക്കോളജി, അദ്ദേഹം പറയുന്നത് നമുക്കിടയിൽ ഒരു ബാലൻസിങ് ഒരു ചിന്താഗതി ഉണ്ട്. ബാലൻസ് തിയറി എന്നതിന് പറയാം. അതായത് 2 വ്യക്തികൾ അല്ലെങ്കിൽ 3 വ്യക്തികൾ എടുത്ത് നോക്കുക, ആ ഒരു ചിത്രത്തിൽ നോക്ക്. ഈ 3 വ്യക്തികൾ തമ്മിൽ ഇവർക്ക് ഒരാൾക്ക് മറ്റയാളോട് ഇഷ്ടമാണ്, അയാൾക്ക് ഇയാളോട് ഇഷ്ടമാണ്, ഇങ്ങനെ ABC എന്ന് പറയാം. എക്ക് ബിയോട് ഇഷ്ടമാണ്, ബിക്ക് സിയോട് ഇഷ്ടമാണ്. ഇവിടെ ഇവർ തമ്മിലുള്ള ഇഷ്ടം, ഇവരുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ ഏകദേശം ഒരുപോലെയാണെങ്കിൽ, കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞതാണ് ഈ സാധനം, ഓക്കെ, ഒരുപോലെയാണെങ്കിൽ അതെന്താവുന്നു, അവർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകും. അതേസമയം താല്പര്യമില്ല എങ്കിൽ, അതായത് എക്ക് ബിയോട് ഇഷ്ടമാണ്, ബിക്ക് എയോട് ഇഷ്ടമാണ്, പക്ഷേ എക്കും സിയും ഇതിലൊരു ഒറ്റ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയം ഉണ്ടാവില്ലേ, ആ വിഷയത്തെ അകറ്റിയിട്ട് അവരെന്താവും പരസ്പരം അടുക്കാൻ നോക്കും. അതല്ലെങ്കിൽ ഈ വ്യക്തിയെ ഒഴിവാക്കിയിട്ട് ആ വിഷയം അത് മുന്നോട്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, മറ്റേയാൾക്കും ഫുട്ബോൾ ഇഷ്ടമാണ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ സംസാരങ്ങൾ നിന്നാവും, കളിക്കാൻ പോകാൻ വിളിച്ചാൽ വരും. ആ സ്ഥാനത്ത് ഒരാൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, വ്യക്തിയോട് ഇഷ്ടമുണ്ട്, പക്ഷേ ഫുട്ബോൾ ഇഷ്ടമല്ല. അങ്ങനെ ഒന്നും ചെയ്യും, നമ്മൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ഫുട്ബോളിന് വിളിക്കുമ്പോൾ പോകാതിരിക്കും. എന്നിട്ട് ഫുട്ബോളിനോട് ഇഷ്ടം കാരണം ഇവനോട് കമ്പനിയാകാതെ വേറെ കമ്പനി കൂടും. അതല്ലെങ്കിൽ ഇവനോട് കമ്പനിയാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുട്ബോൾ ഇഷ്ടമല്ലെങ്കിലും ആ ഫുട്ബോളിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കും. ഇങ്ങനെ നമ്മളെന്ത് ചെയ്യും, പലപ്പോഴും ഇംബാലൻസ്ഡ് ആയ അവസ്ഥ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. പൊതുവേ ഒരു മനസ്സിന് സമാധാനമില്ലാത്ത അവസ്ഥ, ഒരു പൊരുത്തക്കേട്, അത് ഒഴിവാക്കാൻ ഒന്നെങ്കിൽ ആ ബന്ധം ഒഴിവാക്കും, അതല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട വിഷയവുമായിട്ട് നമ്മളെന്ത് ചെയ്യും, നമുക്കിഷ്ടമല്ലെങ്കിലും പൊരുത്തപ്പെട്ട് അങ്ങനെ പോകും. ഇതാണ് ബാലൻസിങ്. അപ്പോൾ
പ്രോക്സിമിറ്റി എന്നതാണ്, സിമിലാരിറ്റി എന്നതാണ് നമ്മുടെ തിയറി. സിമിലാരിറ്റി എങ്ങനെ ഉണ്ടാക്കൽ? ബാലൻസ് ചെയ്തുകൊണ്ടാണ്. അഥവാ അയാൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ ഇഷ്ടപ്പെടുന്നു, അയാൾക്ക് താല്പര്യമുള്ള വിഷയം അതുമായി നമ്മൾ സംസാരിക്കുന്നു, അയാളും ഇങ്ങനെ പൊരുത്തപ്പെട്ട് ഇങ്ങനെ പോകും, അല്ലെങ്കിൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും എന്ത് ചെയ്യും പോകുന്നു. രണ്ടാമത്തത് ഫെസ്റ്റിംഗറുടെ തിയറി. ഇത് നമ്മൾ പഠിച്ചതാണ് നേരത്തെ. ഫെസ്റ്റിംഗർ അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം പഠനം നടത്തിയിട്ട് പറയുകയാണ്, സോഷ്യൽ കമ്പാരിസൺ ആണ് പലപ്പോഴും നമ്മുടെ ഇടയിൽ ഈ സിമിലാരിറ്റി വർദ്ധിപ്പിക്കുന്നത്. സോഷ്യൽ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്കറിയാം, നമ്മളൊരു എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ അതേ ചിന്താഗതി, നമ്മൾക്ക് താല്പര്യമുള്ള അതേ വിഷയം സംസാരിക്കുന്ന, അതേ കാഴ്ചപ്പാടുള്ള, അതേ രാഷ്ട്രീയ നിലപാടുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ എന്താവും, നമ്മളോട് അവിടെ അടുക്കും, ഒരു കമ്പാരിസൺ നടത്തും അല്ലേ. എൻ്റെ രാഷ്ട്രീയം ഇന്നതാണ്, എൻ്റെ കാഴ്ചപ്പാട് ഇന്നതാണ്, എൻ്റെ പഠന മേഖല ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ അതിനോട് യോജിപ്പുള്ളവരോട് നമ്മൾ അടുക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കുക കൂട്ടത്തിൽ നമുക്ക് പറ്റിയ ആളാരാണ്, സിമിലാർ ആയ ആൾക്കാർ, അവരെന്ത് ചെയ്യും, നമ്മൾ അടുപ്പിക്കും, അവരുടെ കൂടെ പോകും, അല്ലാത്തവരെ അകറ്റി നിർത്തും. ഇത് പൊതുവേ നമ്മൾ ശരിയാണ്. അപ്പോൾ 15 ആൾക്കാരുണ്ട്, 15-ൽ നിന്നും നമ്മൾ ആദ്യം തന്നെ നമുക്ക് പറ്റിയൊരാളെ, പൊതുവേ അങ്ങനെയാണ്. ഇപ്പോൾ വലിയൊരു സദസ്സിലേക്ക് നല്ല പുകവലിക്കുന്ന ഒരാൾ, എന്താ പറയുക, വീഡിയോ വലിക്കുന്ന ഒരാൾ കയറി വരികയാണെങ്കിൽ പെട്ടെന്ന് അയാൾക്ക് മറ്റാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കണ്ടെത്തുന്നു, സംസാരിക്കുന്നു, ഒരു സിസർവ് ആകുന്നു, പിന്നെ അങ്ങനെ ഉണ്ടാവും. നേരെ തിരിച്ച് സിനിമയോട് ഭയങ്കര താല്പര്യമുള്ള ആളാണെങ്കിൽ ഒരു 10-20 ആൾക്കാരുണ്ടെങ്കിൽ കയറി വരുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ഇവർ മനസ്സിലായി ഇവൻ്റെ രുചി ഇതാണ്, എൻ്റെ ടേസ്റ്റ് അങ്ങനെ ഉണ്ടെന്ന് കമ്പയർ ചെയ്തിട്ട് അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സിമിലാരിറ്റി ഉണ്ടാകുന്നത്. മറ്റൊന്നത് അഡാപ്റ്റീവ് റെസ്പോൺസസ് എന്നുള്ളതാണ്. ഇവർ പറയുന്നത് വെച്ചാൽ, നമുക്ക് പൊതുവേ സിമിലർ ഡിസിമിലർ എന്ന സാധനം ഉണ്ടാകും. പക്ഷേ മനുഷ്യന്മാർ പണ്ട് പ്രിമിറ്റീവായിട്ട് ഒറ്റയ്ക്ക് കാട്ടിലും മൃഗങ്ങളുടെ കൂടെയൊക്കെ ജീവിച്ചായിരുന്നു. അന്ന് ഒറ്റയ്ക്ക് ജീവിക്കുക അല്ലെങ്കിൽ ഒറ്റപ്പെടുക എന്നുള്ളത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യപ്പെടുന്നതായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് ആ ചിന്താഗതിയുള്ളത്. ഒറ്റപ്പെട്ടു പോയാൽ മിക്കവാറും എന്താവും, നാശത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ നമ്മളെ തകർക്കപ്പെടും, അല്ലെങ്കിൽ നമുക്കൊരു സഹായം കിട്ടാതെയാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം, പരമാവധി എവിടെയെങ്കിലൊക്കെ ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അഡാപ്റ്റ് ചെയ്തിട്ട് ആ ഒരു സംഘത്തിലേക്ക് ചേരാൻ ശ്രമിക്കും. ഇങ്ങനെ നമ്മൾ സിമിലാരിറ്റി കണ്ടെത്തിയിട്ട് അതിലേക്ക് ചേരുന്നു എന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പരസ്പര സൗഹൃദങ്ങളും ബന്ധങ്ങളും കൂട്ടുകൂടലൊക്കെ ഉണ്ട് കാരണങ്ങൾ കണ്ടെത്തുന്നത്. അത് ഇൻറ്റേർണൽ ഫോഴ്സസ് ഉണ്ടാകാം, എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടാകാം, ഇൻ്റർപേഴ്സണൽ ഫോഴ്സസ് ഉണ്ടാകാം. ഇൻ്റർപേഴ്സണൽ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എന്താണ്, സിമിലാരിറ്റി എന്നൊരു സാധനമുണ്ട്. ഈ സിമിലാരിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന 3 തിയറികളാണ്. ഒന്ന് ബാലൻസ് തിയറി, അഥവാ പൊതുവേ നമുക്ക് ഇംബാലൻസ്ഡ് ആകുന്ന അവസ്ഥ, ഒരു മാനസികമായിട്ട് ഒരു പൊരുത്തമില്ലാത്ത അവസ്ഥ ഇഷ്ടമല്ല, എങ്ങനെയെങ്കിലും മാനസികമായിട്ട് പൊരുത്തമുണ്ടായിട്ട് ആൾക്കാരുടെ കൂടെ കൂടാനാണ് നമുക്ക് താല്പര്യം. സ്കൂളിലേക്ക് എടുത്തു നോക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കുട്ടിയുണ്ട്, പക്ഷേ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമല്ലാണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, അതും ഇഷ്ടപ്പെടാതിരിക്കും, നമുക്ക് ഇഷ്ടമുണ്ടാവും. അതല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമില്ല, നമ്മളെന്ത് ചെയ്യും, അതിനോട് കൂടെ പോകും, കളിയാട്ടം എന്തായാലും. ഇതാണ് സോഷ്യൽ. ഇനി ഇപ്പം നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞിരുന്നു, എക്സ്റ്റേണൽ, ഇൻറ്റേർണൽ, ഇൻ്റർപേഴ്സണൽ. ഈ 3 ഘടകങ്ങൾ വെച്ചിട്ടാണ് സൗഹൃദങ്ങളും ബന്ധങ്ങളും അടുപ്പൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കുക, ഇത് 3 കൂടി കണക്ട് ചെയ്യുന്നൊരു രൂപം. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചിന്തയിലോ നമ്മളുമായി ബന്ധപ്പെട്ടതല്ല, നമ്മുടെ പരിധിൻ്റെ പുറത്തുള്ളത്, അഥവാ ചുറ്റുപാടത്തിലുള്ളത്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ, അഥവാ നമ്മുടെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങൾ, ഇതാണ് സ്റ്റേറ്റ്. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റുള്ളവരോട് കമ്പയർ ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. ഇനി എക്സാമ്പിൾ നോക്കിട്ടോ, നമ്മളെന്ത് ചെയ്യുന്നു, ഒരു കേവലം മിയർ എക്സ്പോഷർ ഉണ്ടായാൽ തന്നെ, അല്ലെങ്കിൽ സിമിലാരിറ്റി ഉണ്ടായാൽ തന്നെ എന്താവുന്നു, പ്രോക്സിമിറ്റി ഉണ്ടായാൽ തന്നെ അടുപ്പുണ്ടാവുന്നു. നമ്മൾ കാരണം പറഞ്ഞിരുന്നു അല്ലേ. സ്ഥിരമായി കാണുന്നതോട് കൂടെ തന്നെ അതിനോടുള്ള അകൽച്ച കുറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു റൗണ്ട്. ഇപ്പുറത്ത് സ്റ്റേറ്റ്, നമ്മൾക്ക് സന്തോഷകരമായ അവസ്ഥയാണ്, നമുക്ക് സ്വീകാര്യമായൊരവസ്ഥയാണ്, അതും. ഇപ്പുറത്ത് വാലിഡേഷൻ, ഓക്കെ, കാണുന്ന വ്യക്തി അവരായിട്ട് സിമിലാരിറ്റി കൂടുതലാണ്, മാത്രമല്ല നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതിന് വെച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് ഇഷ്ടമുണ്ടാകുന്നുണ്ട്. ഇത് 3 സംഗമിച്ചപ്പോൾ, അതായത് സിമിലാരിറ്റി എന്ന് പറയുന്ന ഈ സാധനവും പ്രോക്സിമിറ്റി എന്ന ആ സാധനവും ഇമോഷണലി ഒന്നാണ് എന്നുള്ള ഈ സാധനം 3 കൂടി യോജിച്ചപ്പോൾ, 3 കൂടി ചേരുന്ന സംഗമിക്കുന്ന ഭാഗമുണ്ടല്ലേ, ആ 3 റൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഓറഞ്ച് കളറിൽ കാണുന്നത്. ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ഈ ഭാഗം കൂടുന്നതിനനുസരിച്ച്, അഥവാ നമ്മുടെ ഓപ്പർച്യൂണിറ്റിയും സ്റ്റേറ്റും വാലിഡേഷനും കൂടി വരുന്നതിനനുസരിച്ച് സൗഹൃദം കൂടുന്നു, അട്രാക്ഷൻ കൂടുന്നു. ഇപ്പോൾ ഒരു ഫാമിലിയെ കാര്യം എടുക്കുക, കല്യാണം കഴിഞ്ഞ കപ്പിൾസ്, ഈ 2 കപ്പിൾസ് എക്സ്റ്റേണലി, അഥവാ 2 പേരും ശാരീരികമായി അകന്നാണ്, പരസ്പരം കാണുന്നില്ല, ബന്ധപ്പെടുന്നില്ല. അതുപോലെ ഇവരുടെ മെൻറ്റാലിറ്റി, ഇവർക്ക് അവനോടും അവൾക്ക് ഇവനോടും താല്പര്യമില്ല.
വാലിഡേഷൻ അഥവാ ഒരു സിമിലാരിറ്റി തോന്നുന്നില്ല. ഇങ്ങനെയാവുമ്പോൾ ആ ബന്ധം മുന്നോട്ട് പോവില്ല. നേരെ മറിച്ച് ഇത് മൂന്നും കൂടി വന്നാൽ ഇവരടുത്ത് കാണുന്നു, ഇടപഴകുന്നു, ഇയാൾക്ക് ആഗ്രഹത്തിനനുസരിച്ച് അവരും അവരുടെ ആഗ്രഹത്തിന് ഇവരും, ഇങ്ങനെ ഒരു സൗഹൃദം, ഒരു മാനസികമായി ശാരീരികമായ ഒരു അടുപ്പം വരുന്നതിനനുസരിച്ച് ആ ബന്ധം സുദൃഢമാകുന്നു, ആ കുടുംബജീവിതം സുഖകരമാകുന്നു. നമ്മളെല്ലാ കാര്യം അങ്ങനെ തന്നെയാണുള്ളത്. ഇതാണ് അതിൻ്റെ ആകത്തുക കേട്ടോ. അതായത് സാമൂഹിക ജീവിതത്തിൽ ഐക്യവും സൗഹൃദവും, ഒരാൾ മറ്റയാൾക്ക് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ മറ്റയാൾ ഇയാൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മൂന്നും വേണം. ഒന്ന് എക്സ്റ്റേണലും, രണ്ട് ഇൻറ്റേണലും, മൂന്ന് ഇൻ്റർപേഴ്സണലും. ഈ 3 ലെവലിലും കൂടി സംഗമിക്കണം. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്തുള്ളത്, അഥവാ ചുറ്റുഭാഗങ്ങൾ അല്ലെങ്കിൽ അയാൾ. ഇൻറ്റേണൽ നമ്മൾ, അഥവാ നമ്മുടെ മാനസിക നില, നമ്മുടെ സന്തോഷം, നമ്മുടെ അതൊക്കെ. ഇൻ്റർപേഴ്സണൽ 2 പേർക്ക് ഇടയിലുള്ളത്, അത് ഒന്നുകിൽ സിമിലാരിറ്റി ആകാം, പ്രോക്സിമിറ്റി ആകാം. ഈ 3 ഘടകങ്ങളും കൂടുമ്പോൾ അത് എത്രമാത്രം കൂടുന്നോ അതിനനുസരിച്ച് ആ സൗഹൃദം, ആ ബന്ധം സുദൃഢമായിരിക്കും, ഉറച്ചതായിരിക്കും. ഇത് കുറയുന്നതിനനുസരിച്ച്, അഥവാ പ്രോക്സിമിറ്റി കുറഞ്ഞു, ഓപ്പർച്യൂണിറ്റി കുറഞ്ഞു, സ്റ്റേറ്റ് അഥവാ ഇമോഷണൽ ക്ലാരിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം പെട്ടെന്ന് പൊട്ടാൻ, ഗ്ലാസ് മാതിരിക്ക് ഒന്ന് തട്ടുമ്പോഴേക്ക് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നത് മനുഷ്യർക്ക് മറ്റുള്ളവരോട് എന്തുകൊണ്ടൊരു അട്രാക്ഷൻ തോന്നുന്നു, അല്ലേ? അല്ലെങ്കിൽ മനുഷ്യർ എന്തുകൊണ്ട് മറ്റുള്ളവരോട് അടുപ്പം കാണിക്കുന്നു, അങ്ങനെ കൂട്ടമായി ജീവിക്കുന്നു എന്നതാണ്. ഇനി അതിൽ പറയുന്ന ഒരു സാധനമാണ് പ്രോ സോഷ്യാലിറ്റി അല്ലെങ്കിൽ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്നൊരു സാധനം. ആ ഒരു കോൺസെപ്റ്റ് പഠിക്കണം. പ്രോ സോഷ്യൽ ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റൊന്നും ഇല്ലെങ്കിലും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ റെഡിയായിരിക്കും. ആരെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടും, അല്ലേ? ആക്ട് ഓഫ് ബെനിഫിറ്റിംഗ് അനദർ. അയൽവാസിയാകാം, കൂട്ടുകാരനാകാം, പരിചയമുള്ള ആളാകാം, പരിചയമില്ലാത്ത ആകാം, ആരായിരുന്നാലും മറ്റുള്ളവരെ സഹായിക്കാൻ മെൻറ്റാലിറ്റി നമുക്ക് പൊതുവെ കാണാൻ പറ്റും, നമ്മുടെ ഇടയിൽ കാണും. ഈ ഒരു മെൻറ്റാലിറ്റിയെ, ഈ ഒരു മനസ്ഥിതിയെ നമ്മൾ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയും, അഥവാ പ്രോ സോഷ്യാലിറ്റി എന്ന് പറയും. നമ്മൾ ഒറ്റക്കാണ് ജീവിക്കുന്നതെങ്കിലും കൂട്ടമായി ജീവിക്കാനാണ് താല്പര്യം. പലപ്പോഴും സ്വന്തം കാര്യം മറന്ന് ആരാൻ്റെ കാര്യത്തിന് ഓടുന്ന സ്വഭാവം നമ്മളിലുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടുണ്ടാകുന്നു? പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞത് ഇതന്നെ 2 തരത്തിൽ കാണാം. പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ 2 കാണാം. ഒന്ന് ഹെൽപ്പിംഗ് ബിഹേവിയർ, 2 ആൾട്രോയിസം. പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ആൻ ഇൻറ്റൻഷണൽ ആക്ട് ദാറ്റ് ബെനിഫിറ്റ് അനദർ പേഴ്സൺ ഓർ ലാർജ് സൊസൈറ്റി. അയൽവാസിയെ, കൂട്ടുകാരനെ, മറ്റുള്ള ഒരാളെ, മറ്റു നാട്ടുകാരനെ. അപ്പം മൊത്തത്തിൽ എല്ലാവർക്കും ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചില ആൾക്കാർ റെഡിയായിരിക്കും. അല്ലെങ്കിൽ മറ്റു വീട്ടുകാർക്ക്, മറ്റു നാട്ടുകാർക്ക്, അങ്ങനെ, അല്ലെങ്കിൽ അടുത്തുള്ള ഒരാൾക്ക്. എന്തായിരുന്നാലും എനിക്ക് വലിയ കാര്യമൊന്നും കിട്ടിയില്ലെങ്കിലും, എനിക്ക് വലിയ ലാഭമൊന്നുമില്ലെങ്കിലും, എനിക്ക് വലിയ ബെനിഫിറ്റൊന്നുമില്ല, മറ്റുള്ളവരെ സഹായിക്കണം എന്നൊരു ചിന്താഗതി പൊതുവെ മനുഷ്യനുണ്ട്. അതിനെ നമ്മൾ പ്രോ സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ പ്രോ സോഷ്യാലിറ്റി എന്ന് പറയും. ഇത് 2 തരം. ഹെൽപ്പിംഗ് ബിഹേവിയർ ഉണ്ട്, ആൾട്രോയിസം ഉണ്ട്. ആൾട്രോയിസം ശ്രദ്ധിക്കണം, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറ്. ഹെൽപ്പിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ഇലക്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വന്നിട്ട് എല്ലാ സഹായം തരും, കിറ്റ് തരും, അരി തരും, അത് തരും. എന്തിനാണ്? വോട്ടിട്ടാനാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുമ്പോഴേക്ക് സഹായിക്കുന്നത്, ചിരിക്കുന്നത് എന്തിനാണ്? ഒരു പാലട്ടിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും പോകാൻ വേണ്ടി, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, എന്തെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റുള്ളവരെ സഹായിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ഹെൽപ്പിംഗ് ബിഹേവിയർ എന്ന് പറയും. ഇവിടെ നിന്നാണ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഒരാളെ എഴുതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾക്ക് അസൈൻമെൻറ്റ് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു കൊടുക്കുന്നത്, തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്ന് എഴുതിയിട്ട്, ഒന്നുകിൽ മിഠായി ഇട്ടും, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് താങ്ക് യു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചിരി ഇട്ടും, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, അവിടെ സഹായിക്കുന്നതിന് പിന്നിലൊരു മോട്ടിവേഷൻ ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം, 10 രൂപ കിട്ടാൻ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അവരെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടുക, എന്തെങ്കിലും ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ബിഹേവിയർ നമ്മൾ ഹെൽപ്പിംഗ് ബിഹേവിയർ. എന്നാൽ അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ല. ഇവൻ അതുകൊണ്ട് സംതൃപ്തി, വേറെ ആളെ സഹായിച്ച്. ഞങ്ങൾ ഉണ്ടാവില്ല, ചിലക്കാർ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് മാറി, അല്ലെങ്കിൽ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് മാറി, അല്ലെങ്കിൽ ഒരു കളി കളിച്ച്, ഇതേ രൂപത്തിൽ മറ്റുള്ളവരെങ്ങനെ സഹായിക്കുക, അതുകൊണ്ട് ഭയങ്കര ആനന്ദവും സംതൃപ്തിയൊക്കെ. അതിന് ആൾട്രോയിസം എന്ന് പറയും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഒരാളെന്തെങ്കിലും തന്നാൽ തന്നെ നോ, ഞാൻ അതിനെല്ലാം സഹായിച്ചെന്ന് പറയുന്ന അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി. ഇതാണ് ആൾട്രോയിസം. ഡ്രിവൺ സോൺലി ബൈ ദ ഡിസയർ ടു റെഡ്യൂസ് ദ സഫറിങ് ഓഫ് ദി അതർ പേഴ്സൺ. അതായത് പ്രയാസം അനുഭവിക്കുന്ന മറ്റൊരാൾ അയാളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് വെറുതെ ഇറങ്ങി തിരിച്ച് വോളണ്ടിയറായിട്ട് പോകുന്നത്.
അതിന് എന്തെങ്കിലും നമ്മളെ പൈസയ്ക്ക് ചിലവുണ്ടാവും, നമ്മുടെ സമയം പോയിട്ടുണ്ടാവും, നമുക്ക് ടെൻഷനായി ഉണ്ടാവും, ശാരീരിക അധ്വാനം ഉണ്ടാവും, എന്തെങ്കിലും തിരിച്ചു കിട്ടിയോ ഒന്നുമില്ല, എന്നാലും സംതൃപ്തി. എന്തേ ഇന്നിപ്പോൾ ഞാൻ അത്ര അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർക്ക്. അങ്ങനെ കടന്നുറങ്ങുന്ന സമയത്ത് 2-3 ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുകയോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യും. ഇതിനെ നമ്മൾ ആൾട്രൂയിസം എന്ന് പറയും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എന്നാൽ എന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ അതുകൊണ്ട് ചൂഷണം ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ഹെൽപ്പിംഗ് ബിഹേവിയർ എന്ന് പറയും. ഇത് മനുഷ്യർക്കിടയിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. ഇനി നേരത്തെ പറഞ്ഞു നമ്മൾ പരസ്പരം സഹായിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപകരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുക എന്നാണ്. അതിന് പറഞ്ഞ പേരെന്താണ്? പ്രോ സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ സോഷ്യാബിലിറ്റി എന്ന് പറഞ്ഞല്ലേ. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് പറയുന്നത്, ഇതിനെക്കുറിച്ച് 4-5 തിയറി. ഇങ്ങനെ മനുഷ്യരിൽ എന്തുകൊണ്ടുണ്ടാകുന്നു, എന്തുകൊണ്ടാണ് മനുഷ്യൻ പലപ്പോഴും മറ്റുള്ളവരെ, അയൽവാസിയെ അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരെ, പരിചയമുള്ളവനാകട്ടെ ഇല്ലാത്തവരാണ് അവരെ സഹായിക്കുന്നത്. എ പേഴ്സൺ നീഡ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇതിൻ്റെ കാരണം ഒന്നാമത്തെ തിയറി എമ്പതി ആൾട്രൂയിസം. ബാസ്റ്റൻ ആൻഡ് കൂട്ടുകാർ പറഞ്ഞ് 1981 ബാസ്റ്റൻ ആൻഡ് ടീം പറഞ്ഞ് ആ എമ്പതി ആൾട്രൂയിസമാണ് ഇതിൻ്റെ പിന്നിൽ കാരണം. ഒരു തിയറിയാണ്. എന്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ചില വ്യക്തികൾ മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു? കാരണം എമ്പതി ആൾട്രൂയിസം. രണ്ടാമത്തെ തിയറി എന്താണ്? അതല്ല, നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫാണ് കാരണം. അത് സിയാൽദീനി ആൻഡ് ടീം 1981 സിയാൽദീനിയും ടീമും പറഞ്ഞതാണ് ഈ എമ്പതി ആൾട്രൂയിസം എന്ന് പറഞ്ഞാൽ അതല്ല കാരണം, പിന്നെ നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫാണ് കാരണം. മൂന്നാമത്തെ തിയറി, നിങ്ങൾ നേരത്തെ പറഞ്ഞ എമ്പതി ആൾട്രൂയിസോ നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫോ അല്ല, പിന്നെന്താണ്? എമ്പതി ജോയ് ആണ്, എമ്പതറ്റിക് ജോയ് ആണ് ഓരോ മനുഷ്യരും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനുള്ള കാരണം. നാലാമത്തെ തിയറി എന്താ പറഞ്ഞാൽ അതൊന്നുമല്ല, കോമ്പറ്റേറ്റീവ് ആൾട്രൂയിസമാണ്. പലപ്പോഴും മനുഷ്യന്മാർ, വ്യക്തികൾ, പേര് കേട്ട ആൾക്കാർ മറ്റുള്ളവരെ സഹായിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് ആൾട്രൂയിസമാണ്. എന്നാൽ അഞ്ചാമത്തൊരു തിയറി എന്നാൽ അതൊന്നുമല്ല, കിൻ സെലക്ഷനാണ്. അപ്പോൾ നമുക്കിടയിലുള്ള പരസ്പര സഹായ മെൻറ്റാലിറ്റി, ആൾട്രൂയിസം അല്ലെങ്കിൽ പ്രോ സോഷ്യൽ ബിഹേവിയർ, ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് 5 തിയറികളുണ്ട്. ഒരു തിയറി എന്ന് പറഞ്ഞത് ഇതിൻ്റെ കാരണം എമ്പതി ആൾട്രൂയിസമാണ്. അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ ഒരു പ്രയാസവും ബുദ്ധിമുട്ട് കണ്ടിട്ട് അത് അങ്ങനെയൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് അങ്ങനെ അയാളെപ്പോലെ നമ്മളാകുന്നു. എമ്പതി പറഞ്ഞതാണ് ഒരാളുടെ ഷൂവിൽ കയറി നിന്ന് അയാളെപ്പോലെ നിൽക്കുക, പുട്ടിങ് അതർ ഷൂ എന്ന് പറയും അല്ലേ. വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരാളെ ഇവിടെ നിന്ന് ഇങ്ങനെ കരക്കിൽ നോക്കിയിട്ട് അത് പാവടാ സാധു കണ്ട മുങ്ങണണ്ട അപ്പം മരിക്കും എന്ന് പറഞ്ഞാൽ അതൊരു എമ്പതിയല്ല. നേരെ മറിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു, അയാളുടെ കൂടെ നീന്തുന്നു, എങ്ങനെയെങ്കിലും ഇടങ്ങാറാക്കി അയാളെ കൊണ്ട്, ഇതൊരു എമ്പത്തറ്റിക് ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇയാൾ വെള്ളത്തിലേക്ക് ചാടുന്നതും നീന്തുന്നതും മറ്റയാളെ കൊണ്ടുവരുന്നു, കാരണം എമ്പതി ആൾട്രൂയിസമാണ് അവിടെ കാണിച്ചത്. അതായത് അയാളുടെ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് അയാളെപ്പോലെ ഫീൽ ചെയ്തിട്ട് അവിടെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഈ കരക്ക് നിന്നിട്ട് കരയുകയോ അട്ടഹസിക്കുകയോ കയ്യടിക്കുകയോ അല്ല ചെയ്തത്, നേരെ മറിച്ച് അങ്ങോട്ട് എടുത്ത് ചാടുന്നു, അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ചെയ്തു. ഇതിനെ നമ്മൾ പറയാം എമ്പതി ആൾട്രൂയിസം. അപ്പോൾ ഇയാളിൽ അതുണ്ട്. അതല്ലെങ്കിൽ എമ്പതി ആൾട്രൂയിസം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും മനുഷ്യന്മാർ സഹായിക്കുന്നത്. ഇത് ജെന്യൂൻ പെർസ്പെക്റ്റീവ് ടേക്കിംഗ്, അതായത് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുടെ അതേ നിലപാടെടുത്തുകയാണ്. ഇവിടെ പ്യുവർ ഡിസ്ട്രക്ഷൻ അഡിക്ഷൻ. അത് ഇവിടെ വെച്ചാൽ ആ വ്യക്തിം ഉണ്ടല്ലോ, പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി, റൂട്ടിൽ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ എന്തൊക്കെ അറിയുന്ന കുട്ടി, ആ കുട്ടിയുടെ എന്താണോ പ്രയാസമെങ്കിൽ അത് നേരെ ഉള്ളത് നമുക്ക് തന്നെ അനുഭവപ്പെടുന്ന പോലെ, നമുക്ക് ഷോക്ക് അടിച്ച പോലെ, നമുക്ക് വേദനിക്കുന്ന പോലെ പോയിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. സഹായിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അയാളുടെ പ്രയാസം നീങ്ങിയിട്ട് നമുക്കതിൻ്റെ ഒരു വേദന, നമുക്കതുകൊണ്ടൊരു സന്തോഷം കിട്ടുന്നൊരവസ്ഥയാണ് എമ്പതി ആൾട്രൂയിസം. ഇത് ബാസ്റ്റൻ ആൻഡ് ടീം പറഞ്ഞതാണ്. എന്നാൽ രണ്ടാമത്തെ ആൾക്കാർ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ പലപ്പോഴും ഡിസ്കംഫർട്ട് ഫ്രസിങ് ഉണ്ടല്ലോ, ഒരാൾ പ്രയാസം ഇങ്ങനെ. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ റോട്ടിലൂടെ പോകുന്ന സമയത്ത് സിഗ്നലിൽ വണ്ടി നിർത്തിയപ്പോൾ ഒരാൾ ഡോറിന് മുട്ടുന്നു, വല്ലതും തരണേ, കഴിക്കാനൊന്നുമില്ല, പ്രയാസമാണ്, അങ്ങനെയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? എന്തൊരവസ്ഥ, എന്താ അങ്ങനെ കാര്യം അവർ വിചാരിച്ച് നമ്മൾ കൊടുക്കുന്നു. അതായത് മറ്റൊരാളുടെ ബുദ്ധിമുട്ട് കണ്ട് അങ്ങനത്തെ കാണാൻ എനിക്ക് താല്പര്യമല്ല, എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ്. അയാളെപ്പോലെ നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഒരു പ്രയാസകരമായ ഒരു അവസ്ഥ കാണുമ്പോൾ, ഇപ്പോൾ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്നു, കയ്യോ കാലൊക്കെ പൊള്ളിയതോ അല്ലെങ്കിൽ വികൃതമായ രൂപം കാണുമ്പോൾ കാണാതിരിക്കട്ടെ അങ്ങോട്ട് കൊടുത്ത് ഒഴിവാക്കുകയാണ്. ഇതാണ് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ്. ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര വേദന. ആ നെഗറ്റീവായ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ടെൻഷനായ അവസ്ഥ, അതിന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുക.
മനസ്സിലായോ? പ്രയാസം അനുഭവിക്കുന്ന ക്യാൻസർ രോഗിയെ കാണുമ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഇടങ്ങേറ് പ്രയാസം അപ്പം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാണ് കഴിക്കലാക്കുന്നത്. അതിലൂടെ സമാധാനം കണ്ടെത്തലാണ്. അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഒറിജിനൽ ഫീലൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ മനസ്സിൻ്റെ പ്രയാസം സിയാൽദീൻ എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് പലപ്പോഴും നമ്മളെന്താണ് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഡിസ്കംഫോർട്ട് ഫ്രം സീയിങ് സഫറിങ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ഡിസ്കംഫോർട്ട് ഉണ്ടാകുന്നു, അതുകൊണ്ട് നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ റിഡക്ഷൻ ഓഫ് ദി ഹെൽപ്പേഴ്സ് അൺപ്ലസൻറ്റ് കണ്ടീഷൻ. അതായത് ഈ ഹെൽപ്പ് ചെയ്യുന്ന ഇയാൾ 10 രൂപ കൊടുക്കുന്ന 100 രൂപ കൊടുക്കുന്ന സംഭാവന ചെയ്യുന്ന അയാളുടെ മനസ്സിലൊരു ഇടങ്ങേറുണ്ട്, അതാണ് നീങ്ങിക്കളയാൻ വേണ്ടി കൊടുക്കുകയാണ്. അതല്ലാതെ ആദ്യം ആ ബുദ്ധിമുട്ടുന്ന ആളുടെ ഇതിനെക്കുറിച്ചൊന്നും അയാൾ ചിന്തിച്ചില്ല. 3 എംപത്തറ്റിക് ജോയ്. മൂന്നാമത്തെ സ്മിത്ത് ടീമും പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ എമ്പതി ആൾട്രൂയിസവുമല്ല, നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫുമല്ല, പിന്നെന്താണ് എംപത്തറ്റിക് ജോയ് ആണ്. അങ്ങനെ പറഞ്ഞാൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കണ്ട് അയാൾക്കൊരു 10 രൂപ കൊടുക്കുമ്പോൾ അയാളെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവില്ലേ? 10 രൂപ കൊടുക്കുമ്പോൾ അയാൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുമ്പോൾ അയാളെ ഒന്ന് രക്ഷപ്പെടുത്തുമ്പോൾ അയാൾക്കൊരു സമാധാനം ഉണ്ടാവും, ഫീലിംഗ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അത് കണ്ടാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? ഇങ്ങനത്തെ ഒരു ഫീലിംഗ്. മൂന്നാമത്തെ എന്താണ് എംപത്തറ്റിക് ജോയ് എന്ന് പറഞ്ഞാൽ? ആദ്യത്തത് എംപത്തറ്റിക് ആൾട്രൂയിസം, അതായത് അയാളെ ബുദ്ധിമുട്ട് നമ്മുടേതാണ് എന്ന രീതിയിൽ നമ്മുടെ ബുദ്ധിമുട്ട് പോലെ കണ്ടിട്ട് ഇറങ്ങിത്തിരിക്കുന്നു, അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തത് അയാളെ ബുദ്ധിമുട്ട് കണ്ടിട്ട് നമുക്കൊരു പ്രയാസമുണ്ട്, ആ പ്രയാസം അകറ്റാൻ വേണ്ടി നമ്മൾ അയാളെ സഹായിക്കുന്നു, രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താ പറഞ്ഞത്? അയാളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് നമുക്കൊരു പ്രയാസമുണ്ട്, അതിനേക്കാൾ ഉപരി അയാളെ സഹായിക്കുമ്പോൾ അയാൾക്കൊരു സുഖം ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിലൂടെ നമുക്കൊരു സന്തോഷം കിട്ടും. അതാണ് സ്മിത്ത് ആൻഡ് ടീം പറയുന്നത്. അതായത് ആൻറ്റിസിപ്പേഷൻ ഓഫ് ദി പോസിറ്റീവ് റിയാക്ഷൻ. അയാളെ സഹായിച്ചു കഴിഞ്ഞാൽ അയാൾ താങ്ക് യു എന്ന് പറയും, അയാൾക്കൊരു സമാധാനം ഉണ്ടാവും, അവർ സമാധാനത്തോടെ കടന്നുറങ്ങും, അത് നമുക്കൊരു സമാധാനം തരില്ല എന്നുള്ളത്. അതായത് എക്സ്പീരിയൻസിങ് ദ വിക്ടിം പോസിറ്റീവ് ഫീഡ്ബാക്ക്. നമ്മൾ പാവപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ താങ്ക് യു സാർ, വെരി ഗുഡ്, നിങ്ങളുടെ ആ സഹായം എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു, അന്ന് നിങ്ങൾ കാശ് അയച്ചെന്നില്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ അയാളുടെ ബുദ്ധിമുട്ട് നീങ്ങി അയാൾക്കൊരു സഹായം കിട്ടിയപ്പോൾ അയാൾക്കൊരു സന്തോഷം ഉണ്ടായി, അത് നമുക്ക് സന്തോഷം നൽകുന്നു, അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സഹായിക്കുന്നത് എന്നാണ് എംപത്തറ്റിക് ജോയ് എന്ന ചിന്താഗതിക്കാർ അഥവാ സ്മിത്തും ടീമും പറയുന്നത്. അപ്പോൾ മനുഷ്യന്മാർക്കിടയിൽ പരസ്പര സഹായം ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്തെന്ന് പഠനം നടത്തിയിട്ട് പല തിയറികളും വന്നു. ഒന്ന് എംപതി ആൾട്രൂയിസം, അഥവാ ബുദ്ധിമുട്ടുന്ന ആൾ പോലെ നമ്മളും അനുഭവിക്കുന്നു, എന്നിട്ട് അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അയാളുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് അയാളെ സഹായിക്കുന്നു, അതൊന്ന്. രണ്ട്, ആ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്കൊരു പ്രയാസമുണ്ട്, ആ പ്രയാസം അകറ്റണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ, അങ്ങനെ സഹായിക്കുന്നത്. അയാളെ കാര്യമല്ല, നമ്മളെ മനസ്സിൻ്റെ ഒരു പ്രയാസം, ബുദ്ധിമുട്ട്, അത് കണ്ടിട്ട് നമുക്കൊരു ഇടങ്ങേറ്, ഇന്നൊരു ഉറങ്ങാൻ കഴിയില്ല, അപ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടുന്നു. രണ്ട്, അവിടെ നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ്, നമ്മുടെ മനസ്സിൻ്റെ നെഗറ്റിവിറ്റി ഒഴിവാക്കുക. മൂന്ന്, ബുദ്ധിമുട്ടുന്ന ആളെ സഹായിക്കുമ്പോൾ അയാൾക്ക് ആ സഹായം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്കൊരു നന്ദി ഉണ്ടാവും നമ്മോട്, അല്ലെങ്കിൽ അയാൾക്കൊരു സന്തോഷം ഉണ്ടാവും, അത് കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണ്, ഒരു സന്തോഷമാണ്. അങ്ങനെ നമുക്ക്, അതാണ് എംപത്തറ്റിക് ജോയ്. നാല്, ഇത് പൊതുവേ നമ്മൾ കാണുന്നതാണ് സമൂഹത്തിൽ. ആൾക്കാരുടെ ഇടയിൽ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാവും. അമ്പലത്തേക്ക് ഒരു 100 ഏക്കർ കൊടുത്താൽ, അല്ലെങ്കിൽ അവിടേക്കൊരു പള്ളി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അവിടേക്കൊരു വഴി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ പത്രത്തിലൊക്കെ പരസ്യം വരും, 4 ആളുടെ മുന്നിൽ ഒരു സ്വീകരണം തരും, സ്റ്റാറ്റസൊക്കെ കൂടും, അയാൾ ഭയങ്കര സംഭവൻ്റെ ആൾ, അയാൾ സംഭവമാണ്, കോടികൾ കൊടുത്തു എന്നൊക്കെ പറയും. അങ്ങനെ ഒരു നമുക്ക് പത്രത്തിൽ പരസ്യം വന്നാൽ നമുക്കൊരു ഇത് കോമ്പറ്റീറ്റീവ് ആൾട്രൂയിസം. അത് കാരണം എനിക്കെന്താവും, എൻ്റെ കമ്പനിക്ക് മെച്ചമുണ്ടാവും, നല്ല പേര് വരും, അങ്ങനെ കച്ചവടമൊക്കെ കൂടും എന്നൊക്കെ ചിന്തിക്കുന്നത്. ഡിസയർ ഫോർ സ്റ്റാറ്റസ് അല്ലേ? രാഷ്ട്രീയക്കാരാകട്ടെ, ചില ബിസിനസ്സുകാർ, ചില വ്യക്തികളൊക്കെ അങ്ങനെ കാണിക്കാറ്. ഇവിടെ എന്താണ്, എൻഹാൻസ്ഡ് സിഗ്നിഫിക്കൻസ്, ഭയങ്കര പവർ കൂടുകയാണ്. പബ്ലിക് റെക്കഗ്നിഷൻ ആൻഡ് റെപ്യൂട്ടേഷൻ അല്ലേ? ചില മുതലാളിമാർ അങ്ങനെയല്ല കൊടുക്കുക, എന്നിട്ട് പത്രത്തിലും മറ്റൊരു പരസ്യം വന്ന് ബാനർ വന്ന് എല്ലാവരും അറിഞ്ഞു, അങ്ങനെ അവിടെ ഇവിടെ അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. 4 ആൾക്കാർ അറിയാൻ വേണ്ടി കൊടുക്കുന്നത്. അതൊരു കോമ്പറ്റേറ്റീവ് എഡ്ജാണ്. കാരണം ചിലപ്പോൾ ബിസിനസ്സിലെന്നുണ്ടെങ്കിൽ അത് വേണ്ടി വരും. പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച കമ്പനിയാണ്, അവരെ നമ്മൾ എന്ത് ചെയ്യണം, സഹായിക്കണം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അത് കോമ്പറ്റേറ്റീവ് ആയിട്ട്. അഞ്ചാമത്തെ ചിന്ത എന്ന് വെച്ചാൽ ബേൺസ്റ്റീൻ ആൻഡ് ടീമും പറയുന്നത് 1990 അവർ പറഞ്ഞു വെച്ചാൽ ഈ പറഞ്ഞതൊന്നുമല്ല നമുക്ക് സഹകരണ മനസ്സ് അല്ലെങ്കിൽ സഹായ മനസ്സിൻ്റെ പിന്നിലുള്ളത്. പിന്നെന്താണ്, കിൻ സെലക്ഷനാണ്. അതായത് മനുഷ്യന്മാർ പൊതുവേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പഴയ കാലത്ത് മനുഷ്യന്മാർ മൃഗങ്ങളെപ്പോലെ കാട്ടിലായിരുന്നു എന്നല്ലോ. അപ്പം മൃഗങ്ങളെപ്പോലെ കാട്ടിലായിരുന്ന മനുഷ്യന്മാർക്ക് അവരുടെ തലമുറകൾ നിന്നു പോകണമെങ്കിൽ
ആ കുടുംബജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ സഹായിക്കണം, അല്ലേ? അക്രമികളെ തുരത്തിയോടിച്ച് നമ്മളൊപ്പമുള്ളവരെ സഹായിച്ചാൽ മാത്രമേ നമുക്ക് നിന്നു പോകാൻ പറ്റുള്ളൂ. അതിപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെ പാർട്ടിക്കാരെ നമ്മൾ സഹായിക്കും, നമ്മുടെ കുടുംബക്കാരെ നമ്മൾ സഹായിക്കും, നമ്മുടെ മതസ്ഥരെ നമ്മൾ സഹായിക്കും, നമ്മുടെ രാജ്യക്കാരെ നമ്മൾ സഹായിക്കും. അപ്പോൾ അതാണ് കിൻ, നമ്മുടെ കുടുംബം, നമ്മുടെ രക്തബന്ധം. അപ്പോൾ നമ്മുടെ തലമുറ ഇവിടെ നിന്നു പോകണം. ആ കുടുംബത്തെ ഞങ്ങളിലൊന്ന് തൊട്ട് കളിച്ചാൽ എല്ലാവരും കോല് കളിക്കുന്നു പറഞ്ഞാൽ ആ ചിന്താതി. നമ്മുടെ രക്തം ഭയങ്കരമാണ്, നമ്മുടെ മതം ഭയങ്കരമാണ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഒന്നെങ്കിൽ മതം നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ കുടുംബം. ഇപ്പോൾ ജനറ്റിക്കലി മനുഷ്യൻ എന്താണ്, ഇങ്ങനെ പാരമ്പര്യം കീപ്പ് ചെയ്യുക എന്നുള്ളതും കുടുംബം നിലനിർത്തുക എന്നുള്ളൊരു ആഗ്രഹമാണ്, ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുന്നൊരവസ്ഥ ഉണ്ട്, അല്ലേ? എന്ത് കൊടുക്കണമെങ്കിൽ കുടുംബത്തേക്ക് കൊടുക്കുള്ളൂ. എങ്ങനെയാണെങ്കിൽ കുടുംബത്തിലേക്ക് കയറിയുള്ളൂ. എറിഞ്ഞാൽ കുളത്തേക്ക് അല്ലെങ്കിൽ ചെട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവല്യൂഷണറി ജനറ്റിക് ഡ്രൈവ്, നമ്മുടെ ജീനിലുള്ളതാണ്. അതിങ്ങനെ വന്ന് ഇപ്പോഴും ഉണ്ട്. സർവൈവൽ ഓഫ് ദി ഷെയർഡ് ജീൻസ്, യങ്ങർ റിലേറ്റീവ് ഫോർ, അങ്ങനെയാണല്ലോ. പലപ്പോഴും നമ്മുടെ വല്യപ്പന്മാർ അവരെന്തോ ജീവിതം മുഴുവൻ ഇടങ്ങേറായത് എന്തിനാണ്, നമ്മുടെ കുടുംബം പോറ്റാൻ. നമ്മളെ ബാപ്പമാർ നേരം വെളുത്ത് വൈകുന്നേരം വരെ അധ്വാനിച്ചിരുന്നതിന് ഭാര്യയും മക്കളും നോക്കാൻ. നമ്മൾ ഭാര്യയും മക്കളും നോക്കാൻ. ഇനി ഈ കുട്ടികളോ ഒരു വലുതായും ഓരോ ഭാര്യയും മക്കളും നോക്കും, ബാപ്പാനും ഇമ്മാനും നോക്കും. ഇങ്ങനെ ഒരു ചിന്താഗതിയും മനുഷ്യന്മാർക്കുള്ള കുടുംബം. നമ്മളെ കുടുംബത്തിന്, നമ്മളെ മക്കൾക്ക്, നമ്മളെ ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന ചിന്താഗതിയിലാണ് സഹായങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ പ്രോ സോഷ്യൽ ബിഹേവിയർ നമ്മളിലുണ്ട് എന്ന് പറഞ്ഞു. ഈ പ്രോ സോഷ്യൽ ബിഹേവിയറിൻ്റെ കാരണം എന്തെന്ന് പഠനം നടത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട തിയറികൾ വന്നു. 5 തിയറിയാണുള്ളത്. 1 എമ്പതി ആൾട്രോയിസമാണ്, 2 നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫാണ്, 3 എമ്പത്തറ്റിക് ജോയ് ആണ്, 4 കോമ്പറ്റീറ്റീവ് ആൾട്രോയിസം, 5 കിൻ സെലക്ഷൻ. ഈ തിയറികളൊക്കെയാണ്. ഇതിലേക്ക് ആൾക്കാരെ പേരും വർഷം പഠിച്ചേക്കുക. അപ്പോൾ ആ പോയിന്റ് കഴിഞ്ഞു. ഇനി ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിൽ ബൈസ്റ്റാൻഡർ പാരഡോക്സ്. പലപ്പോഴായിട്ട് നിങ്ങൾ കേൾക്കും, സൈക്കോളജിയിൽ കേൾക്കുന്ന സാധനം ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്നൊക്കെ പറയും. ഇത് നോക്കുക നിങ്ങൾ, ഇവിടെ ഒരു മനുഷ്യൻ, ആ യെല്ലോ കളറിൽ ഓറഞ്ച് കളർ മനുഷ്യൻ, അപ്പുറത്ത് വേറെ മനുഷ്യനുണ്ട്, സഹായം ആവശ്യമുള്ള പ്രയാസം അനുഭവിക്കുന്നൊരു വ്യക്തിയാണത്. ഇവിടെ ഇപ്പോൾ ഒരാളെ കാണുന്നു, അതായത് റോഡിൽ വണ്ടി വീണിട്ട് ബൈക്ക് കെട്ടിയിട്ട് ഒരാളെ റോഡ് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ റോഡ് സൈഡിൽ ബോധം കെട്ടി ഒരാൾ കിടക്കുന്നുണ്ട്, അതിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു, അങ്ങനെ എന്തൊക്കെയൊരു കരച്ചിൽ, എന്തോ ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. ആ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി ഇപ്പുറത്ത്. ഇത് 1 to 1 ആണ്. ഇവിടെ നമ്മൾ സഹായിക്കാനുള്ള സാധ്യത അത് നോക്കുക. ഇനി ഇപ്പുറത്തേക്ക് നോക്ക്, ഈ വെള്ളത്തിൽ മുങ്ങിപ്പൊന്തുന്ന വ്യക്തി, അല്ലെങ്കിൽ റോഡിൽ ആക്സിഡൻറ്റ് പറ്റിയിട്ട് കിടക്കുന്ന വ്യക്തി, അതല്ലെങ്കിൽ സഹായത്തിന് വേണ്ടി അലറുന്ന കുട്ടി, ഒരാൾ അവിടെ നടുവിൽ, ബാക്കി ചുറ്റുഭാഗത്തിൽ 10-25 ആൾക്കാരുണ്ട് വിചാരിക്കുക. ഒന്നാമത്തെ രംഗത്ത് സഹായം ആവശ്യമുള്ള ഒരാൾ, സഹായിക്കാൻ കഴിയുന്ന ഞാൻ അല്ലെങ്കിൽ നമ്മളിൽപ്പെട്ട ഒരാൾ. രണ്ടാമത്തെ രംഗത്ത് ആവശ്യമുള്ള ഒരാളുണ്ട്, അയാളെ ചുറ്റുഭാഗത്ത് കുറേ ആൾക്കാരുണ്ട്. മനസ്സിലായോ? എക്സാമ്പിൾ പറയാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോകുമ്പോഴുണ്ട് ഒരു വണ്ടി, ഒരു ചെറിയ കുട്ടി സൈക്കിളുമ്പോൾ വന്നു, ആണ് വീണ് തട്ടിക്കുടഞ്ഞ് വീണ് കരച്ചിൽ വന്നപ്പോൾ നമ്മളെന്ത് ചെയ്യും, പോയി സഹായിക്കും ഒറ്റയ്ക്കാണെങ്കിൽ. നേരെ മറിച്ച് ആ സാധനം തന്നെ അങ്ങാടിയിലാണെന്ന് വിചാരിക്കുക, അപ്പുറത്തുപ്പുറത്തൊക്കെ ആൾക്കാർ, അപ്പോൾ നമ്മളിങ്ങനെ നോക്കും, എന്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും, അല്ലേ? ഇതാണ് അവസ്ഥ. ബൈസ്റ്റാൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ ചുറ്റുഭാഗത്ത് വേറെ ആൾക്കാരുണ്ട് എങ്കിൽ, സഹായം ആവശ്യമായ ഒരു വ്യക്തിക്ക് അടുത്ത് ഒരാളാണോ 2 ആളാണോ അതല്ല 10-20 ആൾക്കാരുണ്ടോ, ഇതിനനുസരിച്ച് മാറ്റങ്ങളുണ്ടോ, ഉണ്ട് എന്നാണ് സൈക്കോളജി പറയുന്നത്. നമ്മൾ പിന്നെ സഹായം ആവശ്യമുള്ള ഒരാളുണ്ട്, അവിടെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല, നോക്കുമ്പോൾ ഞാനോ അല്ലെങ്കിൽ 1-2 ആൾക്കാരേ ഉള്ളൂ, അപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് സഹായിക്കാൻ സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് അപ്പുറത്ത് വേറെ ആളുണ്ട്, എന്നേക്കാൾ കുടുംബ ബന്ധത്തിലുള്ള ഒരാളുണ്ട്, അവൻ്റെ അങ്ങനെ നോക്കുമ്പോൾ എന്നപ്പോൾ അവൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അവൻ്റെ പാർട്ടിക്കാരൻ അവിടെ മറ്റേത്, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മളായിട്ട് വെറുതെ തലയിട്ടാണ്ട് കുടുങ്ങണ്ടെന്നൊരു ചിന്താഗതിക്ക് നമുക്ക് വരും. അതാണ് കൗഡഡ്, അല്ലേ? അപ്പോൾ ഇത് ഒരു അപ്പോൾ നമ്മുടെ സഹായ മെൻറ്റാലിറ്റി, സഹായ ആ മനസ്ഥിതി, ഇത് ആൾക്കാർക്കിടയിലാകുമ്പോൾ പലപ്പോഴും കുറഞ്ഞു പോകും. അതിനാണ് ബൈസ്റ്റാൻഡർ പാരഡോക്സ് എന്ന് പറയുന്നത്. വീട്ടിലൊക്കെ പല ജോലികളും അങ്ങനെ തന്നെ. കമ്പനിയിലൊക്കെ നോക്കേണ്ടി 5-6 ആൾക്കാർ ചെയ്യേണ്ട പണിയാണെങ്കിൽ ഇവൻ കരുതും ഓൻ ചെയ്യും, ഓൻ കരുതും വില ചെയ്യും, അല്ലേ? അടുക്കളയിലെ പാത്രങ്ങൾ അങ്ങനെ, ഒരു പെണ്ണ് കരുതും മറ്റോൾ കഴുകും, മറ്റോൾ കരുതും വിള കഴുകും, ലാസ്റ്റ് വൈകുന്നേരം ആകുമ്പോൾ ആ പാത്രം ഇവിടെ കിടക്കുന്നുണ്ടാവും. എല്ലാവരും കരുതും എല്ലാവരും കഴുകും, പക്ഷെ ആരും കഴുകൂല. പലപ്പോഴും അങ്ങനെ ഉണ്ടാവും. 4-5 ആൾക്കാർ കൂടി ഒരു പ്രൊജക്റ്റ് തുടങ്ങിയാൽ അങ്ങോട്ട് എഴുതുമ്പം കരുതും ഞാൻ കരുതി അങ്ങനെ വീട്ടിലെ ചിലവ്, ഹോട്ടലിൽ ബില്ല് കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ അത് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്ന് പറയാം. ഓക്കെ. ഡേളി ആൻഡ് ലറ്റാനെ 1960 ഒരു എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസർച്ച് നടത്തി. ഇവർ പറഞ്ഞു വെച്ചാൽ ഈ സോഷ്യൽ നോട്ട്സ്, അതായത് പ്രോബബിലിറ്റി ഓഫ് വിക്ടിം ബീങ് ഹെൽപ്പ് ഡിക്രീസസ്. ഒരു പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി, സഹായം ആവശ്യപ്പെടുന്നൊരു വ്യക്തി, അദ്ദേഹത്തിന് കിട്ടുന്ന സഹായത്തിൻ്റെ തോത് അഥവാ ക്വാളിറ്റി കുറയും. ആൻഡ് റിയാക്ഷൻ ടൈം ഇൻക്രീസസ്.
സഹായിക്കാനുള്ള ആ ഒരു മനസ്ഥിതി അതിങ്ങനെ നീണ്ടുപോവുകയും ചെയ്യും. ആസ് ദ നമ്പർ ഓഫ് ദി ബൈസ്റ്റാൻഡേഴ്സ് ഗോ അപ്പ്, കൂടുതൽ ചുറ്റുഭാഗത്ത് ആളെണ്ണം കൊടുക്കും. ഇപ്പോൾ അതായത് ഇപ്പോൾ സൈക്കിളിൽ നിന്ന് വീണ കുട്ടി, ഇവിടെ ഒരാളാണെങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് സഹായിക്കുന്നു, അതുപോലെ തന്നെ സഹായിക്കാനുള്ള സാധ്യത കൂടുന്നു. മറ്റോടത്തോ ആ വീണെടുത്ത് ചുറ്റുഭാഗത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, പലവരും കാണുന്നുണ്ടെങ്കിൽ സഹായിക്കാനുള്ള സാധ്യത കുറയുന്നു. ഇനി ആൾക്കാർ വരുന്നോട് തന്നെ ടൈം ഡിലേ ആകും. കാരണം ഓൻ കരുതും മറ്റോ കരുതും ഇങ്ങനെ ഇതാണ്. അപ്പോൾ എന്താണ് തിയറി? പ്രോബബിലിറ്റി ഓഫ് എ വിക്ടിം റിസീവിങ് ഹെൽപ്പ്, ഒരു പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് ഹെൽപ്പ് കിട്ടുന്നതിനുള്ള സാധ്യത ഡിക്രീസസ്, കുറയും, ഹെൽപ്പ് കിട്ടാതിരിക്കും. ആൻഡ് റിയാക്ഷൻ ടൈം ഇൻക്രീസസ്, റിയാക്ട് ചെയ്യാനുള്ള ടൈം ഇൻക്രീസ് ചെയ്യും. അതായത് സൈക്കിളിൽ നിന്ന് വീണപ്പോൾ ഒരാളാണെങ്കിൽ റിയാക്ട് ചെയ്യൽ പെട്ടെന്നായിരിക്കും, പക്ഷേ ആൾക്കാരുടെ നടുവിലാണെങ്കിൽ റിയാക്ട് ചെയ്യൽ കുറവായിരിക്കും. കാരണം സം നമ്പർ ഇത് ബൈസ്റ്റാൻഡേഴ്സ് എണ്ണം കൂടുമ്പോൾ, ചുറ്റുഭാഗത്തുള്ള ആൾക്കാർ, കണ്ടു നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയാൽ ഹെൽപ്പിംഗ് കുറവായിരിക്കും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നമ്മൾ തന്നെയല്ലേ ആ കൂട്ടത്തിലുള്ളത്. ഇതിനെ പറയുന്ന പേരാണ് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്നുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു, പലപ്പോഴും നമ്മൾ സഹായിക്കാനുള്ള സഹായ മനസ്സുണ്ട്, പല സഹായിക്കുന്നവരൊക്കെയാണ്, ശരിയാണ്. എങ്കിലും എപ്പോഴത് നടക്കുക, ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എങ്ങനെ സ്വാധീനിക്കുക, അതിന് 5 സ്റ്റേജുകൾ പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം, നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു സൈക്കിളിലൊരുത്തം വരുന്നു, സൈക്കിൾ ആണ് പെഡലടിച്ച് വീഴുന്നു, അല്ലെങ്കിൽ നമ്മൾ റോട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരാൾ അവിടെ റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട്, ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നുണ്ട്, അതല്ലെങ്കിൽ വെള്ളമടിച്ചിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സഹായിക്കോ ഇല്ലേ എന്ന്, സഹായ സാധ്യത കുറവാണ് ആൾക്കാരുടെ ഇടയിലാവുമ്പോൾ എന്നല്ലേ പറഞ്ഞത്, അതല്ല ബൈസ്റ്റാൻഡർ ഇഫക്റ്റ്. അതിനെ പറയാം, അതിൻ്റെ സ്റ്റേജുകൾ പറയാം. ഒന്നാമത്തെ സ്റ്റേജ്, സഹായിക്കാതിരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ സഹായ സാധ്യത കുറയാനുള്ള കാരണം, ഒന്ന് നമ്മളത് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സഹായിക്കണമെങ്കിൽ നമ്മളത് കാണണം. സ്റ്റേജ് എന്താണ്? നോട്ടീസ് ചെയ്യണം. റോഡ് സൈഡിൽ ഒരാൾ കിടക്കുന്നുണ്ട്, സഹായിക്കപ്പെടേണ്ട അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള ഒരാൾ കിടക്കുന്നുണ്ട്, നമ്മൾ നോട്ടീസ് ചെയ്യണം. നമ്മൾ മൊബൈൽ നോക്കി പോവുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതോ തിരക്ക് പോകണമെങ്കിൽ നമ്മൾ നോട്ടീസ് ചെയ്യാൻ സാധ്യതയില്ല, അപ്പോൾ സഹായം കിട്ടൂല. ഒന്ന് സ്റ്റേജ് എന്താണ്? നോട്ടീസ്. അതായത് റെക്കഗ്നൈസിങ് സംതിങ് അൺയൂഷ്വൽ അഗെയിൻസ്റ്റ് എക്സ്പെക്ട്. അപ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കാത്ത സഹായം ആവശ്യമുള്ള എന്തോ ഒരു സംഭവം അവിടെ നടക്കുന്നു, റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട്, ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നുണ്ട്, അതല്ലെങ്കിൽ വണ്ടി തട്ടി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി ഒരു കുട്ടി എന്താ പറയുക വെള്ളം കുടിച്ചും വെള്ളത്തിൽ മുങ്ങി, ഇത് കാണണം. അപ്പോൾ അസാധാരണമായി എന്തോ നടക്കുന്നുണ്ട്, കണ്ടാലേ സഹായിക്കാനുള്ള സാധ്യതയുള്ളൂ. കണ്ടിട്ടില്ല എന്ന് വിചാരിക്കാൻ, നോ, കണ്ടിട്ടില്ലെങ്കിൽ ഹെൽപ്പ് ഉണ്ടാവില്ല. സ്റ്റേജ് 1. 2, നമ്മൾ കണ്ടിട്ട് നമുക്കിത് മനസ്സിലാവണം. എന്താ മനസ്സിലാവേണ്ടത്? ഇതൊരു എമർജൻസി കേസാണ്, പെട്ടെന്ന് ഇടപെടേണ്ടതാണ്, ഇല്ലെങ്കിൽ ജീവൻ പോകുന്ന കേസാണ്, അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥയ്ക്ക്. അപ്പോൾ കണ്ടാലും പോരാ, അതൊരു ഗുരുതരമായ അവസ്ഥയാണ്, ഹെൽപ്പ് കൊടുക്കേണ്ട ആവശ്യമാണെന്ന് ബോധ്യപ്പെടണം. പെർസെപ്ഷൻ. 1, നമ്മൾ കാണണം. 2, നമുക്കിത് ബോധ്യപ്പെടണം, ഇയാളെ സഹായിക്കേണ്ടത് തന്നെയാണ്, ഈ കേസ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് നമുക്ക് തോന്നണം. തോന്നിയിട്ടില്ലേ സഹായിക്കൂല. തോന്നലെപ്പോഴാ? അവിടെ ചുറ്റുഭാഗത്ത് 10-25 ആൾക്കാരുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്, പിന്നെ ഇപ്പോൾ ഓൻ പോകണില്ല പിന്നെ ഇപ്പോൾ ഞാനായിട്ട് പോകണമെന്തിന് എന്നൊരു തോന്നൽ നമുക്ക്. അതാണ് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ്. ഈ കുട്ടിയെ സഹായിക്കേണ്ടതായിരുന്നെങ്കിൽ ഓൻ്റെ അളാപ്പേക്കാണ് അവിടെ നിൽക്കണ്, ഓൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അത് അവിടെ നിൽക്കണം, ഓൻ്റെ പാർട്ടിക്കാരന്, പിന്നെ എന്തിന് ഞാൻ സഹായിക്കണം, ഞാനായിട്ട് വെറുതെ വണ്ടി മരിക്കുമ്പോൾ എന്ന് ചിന്താഗതി വരും. അതാണ് പെർസെപ്ഷൻ. വേണോ വേണ്ടേ എന്ന് വിചാരിച്ച് അതിൻ്റെ ക്രിറ്റിക്കാലിറ്റി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. അത് ഇല്ല എങ്കിൽ, അത് വേണ്ടതാണ്, എമർജൻസിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ സഹായിക്കില്ല. നോ, സഹായിക്കില്ല. മനസ്സിലാക്കിയാലോ? 3, ആദ്യം കാണണം. 2, ഹെൽപ്പ് ആവശ്യമുള്ള എമർജൻസി കേസാണെന്ന് ബോധ്യപ്പെടണം. 3, അങ്ങനെ ബോധ്യപ്പെട്ടാൽ തന്നെ അസ്യൂം റെസ്പോൺസ്. അതിപ്പോൾ ഞാൻ തന്നെ ചെയ്യണോ? അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതായത് ഞാൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഇത് കേസാണ്, അതാണ് നമ്മളെ പാർട്ടിക്കാരല്ല മുന്നോട്ട് പോയിട്ട് നമ്മൾ സഹായിക്കാൻ നിൽക്കുന്ന റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു അല്ലേ? ഡിസൈഡിങ് ഇറ്റ് ഈസ് മൈ ജോബ്, ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്താലും എടുത്തിട്ടില്ലെങ്കിലോ നോ, സഹായം നടക്കില്ല. ബൈസ്റ്റാൻഡർ ഇഫക്റ്റ്. കാരണം മറ്റോടത്തുള്ള അങ്ങനെ തള്ളി നിർത്തും അല്ലേ? ഇനി സഹായിക്കണം എന്ന് നമുക്ക് തോന്നി, മനസ്സുകൊണ്ട് തോന്നി, എന്നാൽ തന്നെ എങ്ങനെ സഹായിക്കേണ്ടതെന്ന് അറിയണ്ടേ? ഇതാണ് നോ ഹൗ. വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് നാളെ വെള്ളത്തിൽ ചാടിയാൽ മതിയോ? പിന്നെ സഹായിക്കണമെങ്കിൽ അതിൻ്റെ കുറേ പ്രൊസീജിയർ ഉണ്ട് അല്ലേ? ഒരാൾ വണ്ടി കെട്ടിയിട്ട് അങ്ങേ തലയിൽ രക്തം വാർന്ന് കിടക്കണം, അവിടെ ഓടിച്ചൊന്നും എടുക്കാൻ പറ്റുമോ? ഇല്ല, അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണം. അതിൽ എന്തായാലും പറയുന്നത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട കേസാണ്. അതിനെക്കുറിച്ച് അറിയാതെ നമ്മളെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ, അപ്പോൾ അതിനെക്കുറിച്ച് അറിയണം. അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോ, സഹായിക്കാതെ പോകും.
ഇനി അറിഞ്ഞാൽ തന്നെ. അപ്പോൾ 1 നോട്ടീസ് ചെയ്തു, 2 ഇത് എമർജൻസി കേസാണെന്ന് പെർസീവ് ചെയ്തു, 3 എമർജൻസി കേസാണെങ്കിൽ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ തന്നെ അതിലെ കഴിവും കപ്പാസിറ്റിയും സ്കില്ലും ക്വാളിറ്റിയും നമുക്കുണ്ട്. അതൊക്കെ ഉണ്ട് എങ്കിൽ പിന്നെ നമ്മൾ അതിന് ശേഷം ഇംപ്ലിമെൻറ്റ് എന്നാൽ പിന്നെ ചെയ്തു നോക്കുക. അവിടെ നമ്മൾ ആലോചിക്കും ഇതിപ്പോൾ വണ്ടിയും വിലയാവും. നമ്മൾ ഈ കേസ് വിട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ അത് വയ്ക്കും ഇത് വയ്ക്കും, പോലീസ് വയ്ക്കും, ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി പോയി, പിന്നെ അതിൻ്റെ ബാക്കിൽ അടക്കേണ്ടി വരും എന്ന് അങ്ങനെ നമ്മൾ രണ്ടിട്ട് ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഇതാണ് പലപ്പോഴും നമ്മുടെ സഹായ മെൻറ്റാലിറ്റിയിൽ തടസ്സമാകാനുള്ള കാരണം. ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്, ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒറ്റക്കാണെങ്കിൽ കൂടുതൽ ആൾക്കാരില്ലെങ്കിൽ പലപ്പോഴും മനുഷ്യന്മാർ സഹായിക്കും. പക്ഷേ അവിടെ ചുറ്റുഭാഗത്ത് കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവരുണ്ട് എന്നതുകൊണ്ട് ആ സഹായ മെൻറ്റാലിറ്റി കുറയും, അഥവാ സഹായം കിട്ടാൻ ഡിലേ ആകും, സഹായം കിട്ടുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയും, അങ്ങനെ ഗുരുതരമായൊരവസ്ഥയിലേക്ക് നീങ്ങും. അതിൻ്റെ സ്റ്റേജുകൾ 1 ഈ കേസ് നമ്മൾ നോട്ടീസ് ചെയ്യണം ആരെങ്കിലും, 2 നോട്ടീസ് ചെയ്താൽ അത് എമർജൻസി കേസാണെന്ന് പെർസീവ് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം, 3 അങ്ങനെ റെക്കഗ്നൈസ് ചെയ്താൽ തന്നെ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മെൻറ്റാലിറ്റി വേണം. അങ്ങനെ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്യാനുള്ള സ്കില്ലും കപ്പാസിറ്റി ഉണ്ടാകണം. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റേജിലേക്ക് അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, കമ്മിറ്റ് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. അതായത് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നു, അതുമായി വന്ന് വണ്ടി വിളിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ വരുന്നിടത്തൊക്കെ ഇതാണ്. ഇങ്ങനെയൊക്കെ സ്റ്റേജ് കഴിഞ്ഞാൽ ഇതിനൊന്നും റെഡി ആയിട്ടില്ലെങ്കിലോ നോ, വെറുതെ ഇനിയിപ്പോൾ നമ്മൾ ആ ഓഫീസിൽ പോകണം, ബോസിൻ്റെ അടുത്ത് അത് കേൾക്കേണ്ടത് ഇന്നത്തെ ലീവാകും, പിന്നെ ആ ഹോസ്പിറ്റൽ അങ്ങനെ 5-ാം സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നോക്കും, ലാഭനഷ്ടങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെ എൻ്റെ വാപ്പല്ലേ നമ്മളെ ഒഴിവാക്കും ചിലപ്പം. അതല്ലേ നേരെ മറിച്ച് എന്നോടാ എന്നാൽ പണ്ട് ഞാൻ കുടുങ്ങിയപ്പോൾ ഓൻ്റെ വാപ്പനെ സഹായിച്ചിട്ടാണ് ഓനിങ്ങനെ ഇതൊന്നും കണ്ടിക്കാൻ പറ്റില്ല, ഇനി നമ്മൾ പോകുക എന്ന് പറഞ്ഞ് ഒന്നുകിൽ അങ്ങനെ കണക്കൂട്ടും, പ്രോസായിട്ട് നടിക്കോണായിട്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ പഠിക്കാം. അപ്പോൾ ബൈസ്റ്റാൻഡർ ഇഫക്റ്റിൻ്റെ സ്റ്റേജുകളാണ് പറഞ്ഞത്. ഒരു ഫണൽ വ്യൂയിലൂടെ ഇങ്ങനെ വരുമ്പോൾ അവസാനത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു. എന്ത് നഷ്ടം വന്നാലും ശരി ഞാൻ ഈ കേസിട്ട് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇവനെ സഹായിച്ച് ഒതുങ്ങും. അതല്ലെങ്കിൽ ഞാനായിട്ട് പിന്നെ വണ്ടി വലക്കില്ല, അയാൾക്കും ഇവിടെയാണ്, എല്ലാം പോട്ടെ. ഈ 2 അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു, 1 ഈ കേസ് നമ്മൾ നോട്ടീസ് ചെയ്യണം, 2 നോട്ടീസ് ചെയ്താൽ തന്നെ പെർസീവ് ചെയ്യണം. പെർസീവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കുന്നൊരു സാധനമാണ് പ്ലൂറലിസ്റ്റിക് ഇഗ്നറൻസ് എന്ന് പറയും. ചുറ്റുഭാഗത്തേക്ക് നോക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ട് അല്ലേ, ഈ സഹായം അഭ്യർത്ഥിച്ച് കരയുന്ന, വെള്ളത്തിൽ മുങ്ങുന്ന, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന, അല്ലെങ്കിൽ കള്ളു പിടിച്ചിട്ട് കിടക്കുന്ന ഇയാളുടെ അവസ്ഥ എന്താണ്, ഇത് എമർജൻസി എന്ന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തു. പക്ഷേ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ പ്ലൂറലിസ്റ്റിക് ഇഗ്നറൻസ് നമ്മൾ കാണുകയാണ്, പലപ്പോഴും കാണുന്നത്. അതായത് ഇൻ ആംബിഗ്യസ് സിറ്റുവേഷൻ, അവ്യക്തമായ പല രംഗങ്ങളിലും വി ലുക്ക് ടു ദ ക്രൗഡ് ടു ഡിഫൈൻ ദ ഇവൻറ്റ്. ഈ വിഷയം എന്താണ്, ഈ കേസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചുറ്റുഭാഗത്തേക്ക് ഇങ്ങനെ നോക്കും. അങ്ങനെ ചുറ്റുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ എവരി വൺ ഈസ് കാംലി വെയിറ്റിംഗ് ടു സീ വാട്ട് അതേഴ്സ് ടു. ഓരോരുത്തരും നോക്കുന്നത് മറ്റോൻ എന്താ ചെയ്യുന്നത്, ഇവൻ എന്താ ചെയ്യുന്നത്, ഇവൻ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ നോക്കിക്കുകയാണെങ്കിൽ ദ കളക്റ്റീവ്ലി പോസിബിൾ നോ. അപ്പോൾ ഇതിപ്പോൾ ഒരു കേസാണെങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്യേണ്ടല്ലേ, ഇയാൾ എന്തെങ്കിലും ചെയ്യേണ്ടല്ലേ, ഇവൻ ചെയ്യേണ്ടല്ലേ, ഇവൻ എൻ്റെ ഓരാരും മുന്നോട്ട് വരില്ലെങ്കിൽ പിന്നെ അത് അത്ര കേസ് തന്നെ. മിക്കവാറും എന്താ ആക്സിഡൻ്റ് ഒന്നും ആയിരിക്കില്ല, അത് ഓനെ അടിച്ച് വന്ന് കിടക്കേ കാരം. അതൊന്നും നോക്കണ്ട, കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ തന്നെ, ആഴ്ച ഇങ്ങനെ തന്നെ, ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടായിട്ട് നമ്മൾ മാറും. ഇതാണ് പ്ലൂറലിസ്റ്റിക് ഇഗ്നറൻസ് ആണ്, എല്ലാവരും ഇഗ്നോർ ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ ആദ്യം കേസ് നോട്ടീസ് ചെയ്യണം, 2 ഇത് എമർജൻസിയാണെന്ന് നമ്മൾ പെർസീവ് ചെയ്യണം. പെർസീവ് ചെയ്യുമ്പോൾ പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന കേസ് ഇതാണ്, എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ 4-5 ആൾക്കാരുണ്ട്, ഓലൊക്കെ എന്താണ് ഇങ്ങനെ മാറിക്കുന്നതിൻ്റെ കാരണം ഒരു നാറ്റക്കേസാണ്. അത് ഇടപെട്ട് കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ നാളെ പത്രത്തിലൊക്കെ പരസ്യം വരും, അതുകൊണ്ട് വേണ്ട മാറിക്കണം, അങ്ങനെ ഇഗ്നറൻസ് ഒഴിവാക്കുക. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ പെർസീവ് ചെയ്തു, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആ സ്റ്റേജിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക, അവിടെയും എന്തുണ്ടാവും, ഒരു വിഷയം കിടക്കും, ഡെഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി കിടക്കും. ചെയ്യേണ്ട കേസ് തന്നെ എനിക്ക് മനസ്സിലായി, പക്ഷേ ഞാൻ ചെയ്യണോ, ഓൻ്റെ അളാപ്പോ ഓൻ്റെ മൂത്താപ്പ ഓനെ തന്നെ ഓൻ്റെ 24 hours ഓൻ്റെ കൂടെ ഓൻ ഗൾഫിൽ നിന്നപ്പോൾ നല്ലോ അടിച്ചു മാറ്റിയും കഴിഞ്ഞിട്ട് എന്തേ ഓരോന്നും ചെയ്യാത്ത, പിന്നെ ഞാനായിട്ട് ഇറങ്ങുന്നത്, ഇങ്ങനെയും നമ്മൾ എന്ത് ചെയ്യും, ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യാത്തത് കൊണ്ട് സഹായം കിട്ടാതെ പോകുന്നു, 2 നോട്ടീസ് ചെയ്തു പക്ഷേ പെർസീവ് ചെയ്തില്ല, എമർജൻസി കൊണ്ട് ഫീൽ ചെയ്തില്ല, അങ്ങനെ സഹായം കിട്ടാതെ പോകും. അങ്ങനെ എമർജൻസി ഫീൽ ചെയ്യാത്തതിൻ്റെ കാരണം പ്ലൂറലിസ്റ്റിക് ഇഗ്നറൻസ് ആണ്. ചുറ്റുഭാഗത്തുള്ളവരൊക്കെ ഇഗ്നോർ ചെയ്യുമ്പോൾ നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ ഇഗ്നോർ ചെയ്യുന്നു. അതും ഇല്ല, ഒരു റെസ്പോൺസിബിലിറ്റി സ്റ്റേജിലേക്ക് എത്തിയുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഓൻ്റെ കുടുംബക്കാരും ഓൻ്റെ ബന്ധുക്കളും ഓൻ്റെ പാർട്ടിക്കാരുണ്ട്, അവരൊന്നും വരുന്നില്ല, പിന്നെ എന്തിന്. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ വിലയിരുത്തുന്നത് ആക്സിഡൻറ്റ് പറ്റി ശരിയാണ്, പക്ഷേ ഓൻ്റെ മിസ്റ്റേക്ക് അല്ലേ, ഓൻ വരുത്തി വെച്ചല്ലേ, നമ്മളായിട്ട് എന്താണ്
ആ സ്ഥാനത്ത് ഇവൻ നിരപരാധിയാണ്, ആക്സിഡൻറ്റ് ഒരു വണ്ടി വന്ന് കുത്തി, ഇവൻ സാധുവാണ്, ഒരു നിരപരാധിയാണെങ്കിൽ നമ്മളെല്ലാവരും സഹായിക്കും. നേരെ മറിച്ച് ഇവൻ കൊണ്ടേ കുത്തിയതാണെങ്കിൽ അടിക്കേസ്, ഇവൻ പോയി അടിച്ചിട്ടാണെങ്കിൽ നമ്മൾ മുന്നോട്ട് വരില്ല. ആ സ്ഥാനത്ത് ഇവൻ അടി കിട്ടിയതാണെങ്കിലോ നമ്മൾ മുന്നോട്ട് പോകും ചെയ്യും. ഇങ്ങനെ നമുക്ക് നോക്കിയിട്ടാണ് നമ്മൾ എന്താ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. വെൻ മൾട്ടിപ്പിൾ ബൈസ്റ്റാൻഡേഴ്സ് ആർ പ്രസൻറ്റ്, കുറേ ആൾക്കാരുണ്ട്, ഈച്ച് നോഡ് അസ്യൂംസ് അനദർ നോഡ് വിൽ ഇനിഷ്യേറ്റ് ആക്ഷൻ. ഇവൻ കരുതും ഓൻ നോക്കും, അവൻ കരുതും ഇവൻ നോക്കും. അങ്ങനെ ഡിവൈഡിങ് ദ സൈക്കോളജിക്കൽ ബേർഡൻ അണ്ടിൽ സീറോസ് ഔട്ട്. അതായത് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ലാസ്റ്റ് ആ കുട്ടി മരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ അവസാന ഘട്ടത്തുന്ന സമയത്ത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ തന്നെ ആക്ഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ അത് ഒരു ഇവാലുവേറ്റ് നടത്തും. റിവാർഡ് ആൻഡ് കോസ്റ്റ് ബെനിഫിറ്റ്. ഇവനെ സഹായിച്ചാൽ നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നുണ്ട്? തലവേദനയാകുമോ, ഇടങ്ങേറാവുന്നുണ്ടെങ്കിൽ ഈ വണ്ടി വിലക്ക് നിൽക്കില്ലല്ലോ. ആ കോസ്റ്റ് ബെനിഫിറ്റ് അനാലൈസ് ചെയ്യും. എന്നിട്ട് അനലൈസ് ചെയ്തിട്ട് മെച്ചമുണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോഴൊക്കെ സഹായിക്കാൻ പോകുള്ളൂ. ഇതൊരു പുലിവാലാകുന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല സഹായിക്കാതെ പോകും. ഇനി പൊതുവേ നമ്മൾ കാണുന്ന ഒരു അവസ്ഥയാണ് ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തിസിസ്. ലോകത്ത് നീതി, അതായത് വിക്ടിംസ് പ്ലൈറ്റ് ആട്രിബ്യൂട്ടഡ്, അതായത് ആ സഹായം കിട്ടേണ്ട അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കുന്ന അയാളുടെ ഒരു അവസ്ഥ അത് നമ്മളൊന്ന് വിലയിരുത്തും. എന്നിട്ട് പറയാണ് ഇവൻ തട്ടിയത്, ഇവൻ കുടിച്ച് വന്നിട്ട് തട്ടിയതാണ്, ഡ്രൈവർ കള്ള് കുടിച്ച് വന്ന് തട്ടിയതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മിക്കവാറും എന്ത് ചെയ്യും? നമ്മൾ സഹായിക്കില്ല. അത് ഓൻ്റെ മിസ്റ്റേക്കാണ്. അതേസമയം ഇവൻ്റെതല്ല, മറിച്ച് വേറെ ആളുടേതാണ് എങ്കിൽ നമ്മളെന്ത് ചെയ്യും? സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യും? സഹായിക്കാൻ പോകും. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. ഇനി ഇതുവരെ പറഞ്ഞെന്തായിരുന്നു? നമ്മളെ സമൂഹത്തിൽ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക എന്നൊരു ഒരു മെൻറ്റാലിറ്റി ഇതിലുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലേക്കാണ് പോയത്. ഇനി നമ്മൾ ഈ സമൂഹത്തിൽ ഈ പ്രോ സോഷ്യൽ ബിഹേവിയർ, പരസ്പരം സഹായിക്കുക, മറ്റുള്ളവരെ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി മുന്നോട്ട് വരിക, ഇത് എങ്ങനെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഉണ്ടാകുന്ന പൊതുവെ പ്രോ സോഷ്യൽ മോഡലിങ്ങിലൂടെ, അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടത് പ്രോ സോഷ്യൽ മോഡലിലൂടെ. അതായത് നമ്മുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ വരുമ്പോൾ ഇറങ്ങിത്തിരിച്ച് എല്ലാവരും, ഇപ്പോൾ നമുക്കറിയാം വെള്ളപ്പൊക്കം വന്നപ്പോൾ കേരളീയ ജനത ചെയ്തത്, വയനാട് ദുരന്തം വന്നപ്പോൾ പല പാർട്ടിക്കാരും പല ജനതയും ചെയ്തത് അപ്പോൾ നമ്മൾ നാട്ടുകാരൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുന്ന മോഡലൊക്കെ അങ്ങനെയാണ് പരമാവധി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണിച്ചു കൊടുത്ത്, ഇങ്ങനത്തെ രംഗങ്ങൾ കാണിച്ചു കൊടുത്ത്, ഇങ്ങനത്തെ കഥകൾ പറഞ്ഞു കൊടുത്ത് അങ്ങനൊരു മൈൻഡ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ വാപ്പാര്, വല്യപ്പാര്, അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മുടെ ചരിത്രം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ മതപരമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. അതിലെ കഥകളെ പറഞ്ഞിട്ട് പ്രോ സോഷ്യൽ മോഡൽ കാണിച്ചു കൊടുക്കണം. കേരള മോഡൽ, അല്ലെങ്കിൽ മലപ്പുറം മോഡൽ, വയനാട് മോഡൽ, മുസ്ലിം ലീഗ് ചെയ്തത്, മറ്റേവർ ചെയ്തത്, ഇങ്ങനെ മോഡലുകൾ, നല്ല നല്ല മോഡലുകൾ കാണിച്ചു കൊടുക്കുകയും അത് അനുഭവിപ്പിക്കുകയും അത് അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്ന്. ഇങ്ങനെ മെൻറ്റാലിറ്റി ഉണ്ടാക്കാൻ, അത് വിറ്റ്നസിങ് അതേഴ്സ് ആക്ട്, മറ്റുള്ളവർ ചെയ്യുന്ന കാണുക. ഓർ ഈവൻ എൻഗേജിങ് വിത്ത് പ്രോ സോഷ്യൽ മീഡിയ ലൈക്ക് വീഡിയോ ഗെയിംസ്. ചില ഗെയിമുകൾ അങ്ങനെ ഉണ്ടാവും, പരസ്പരം സഹായിക്കുന്നതിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇത് ആക്ടിവിറ്റി കൊഗ്നിറ്റീവ് സ്കീമ ദാറ്റ് ഇൻക്രീസസ് ലൈക്ലിയുടെ ഫ്യൂച്ചർ ഹെൽപ്പിനെ. ആ ചെറിയ കുട്ടി വളർന്നു വരുമ്പോൾ ഇങ്ങനെ ഞാനും ചെയ്യേണ്ടതുണ്ട്, എൻ്റെ വാപ്പ അങ്ങനെ ചെയ്യുന്നു, എൻ്റെ വീട്ടുകാർ അങ്ങനെ ചെയ്യുന്നു, എൻ്റെ വല്യപ്പ അതിൻ്റെ ഒരാളായിരുന്നു, എൻ്റെ എളാപ്പ നാട്ടുകാർക്കും വേണ്ടി ഓടി നടന്നതിൻ്റെ ആളാണ്, അങ്ങനെയൊക്കെ ആവണമെന്നൊരു ചിന്താഗതി ഉണ്ടാവും. ഇത് ഇങ്ങനെ ഒരു മോഡൽ കാണിച്ചു കൊടുക്കുക, മോഡൽ ഉണ്ടാക്കുക, മോഡൽ വീക്ഷിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം. രണ്ട്, ഇങ്ങനെ കൂടുതൽ സമൂഹത്തിൽ ഉണ്ടാണെങ്കിൽ രണ്ടാമത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലൂപ്പാണ്. ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു വ്യക്തി, അയാൾ ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ സഹായം കിട്ടുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാളൊന്നൊരു നന്ദി, താങ്ക് യു വെരി മച്ച് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇയാൾ വീണ്ടും ഹെൽപ്പ് ചെയ്യും. അതെല്ലാവരെയും അവസ്ഥയാണ്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അന്നാ തന്ന 10 രൂപ ഉണ്ടല്ലോ, ഞാൻ മറക്കൂലെപ്പോഴും. ആ 10, ഞാൻ ഇടങ്ങാറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ 10 രൂപ, അതിൻ്റെയൊക്കെ വില എന്താ പറയുക, 10,000 രൂപൻ്റെ വിലയാണെന്ന് കൊണ്ട് പറയുമ്പോൾ ആ ഒരു ഭയങ്കര ഒരു പുളകമാണ് ഉള്ളിൽ അല്ലേ, അത് വേണം. ഇത് നമ്മൾ അപ്പോൾ ആരെങ്കിലും നമ്മളെ സഹായിച്ചാൽ നമ്മൾ താങ്ക് യു പറയണം. അതല്ലെങ്കിൽ ഇങ്ങനൊരു മെൻറ്റാലിറ്റി, ഇങ്ങനെ കൾച്ചർ നമ്മുടെ ഇടുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ലൂപ്പ്. റെക്കഗ്നിഷൻ എൻഹാൻസസ് ഹെൽപ്പേഴ്സ് സെൽഫ് എഫിഷ്യൻസി. പലപ്പോഴും സഹായം കിട്ടിയ ആൾ ഇവരെ ഒന്ന് താങ്ക് യു പറയുമ്പോൾ, അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ഒരു ഞാൻ മോശമൊന്നുമല്ല, ഞാൻ ഉഷാറാട്ടോ എന്നൊരു ചിന്താഗതി ഉണ്ടാവും. ഏത് കുട്ടികൾക്കും കിട്ടുന്നതാണ്, ഏത് പോലീസുകാരെന്ന് പറയും അല്ലേ, അതുണ്ടാവണം. അങ്ങനെ ആകുമ്പോൾ സെൽഫ് വർത്തായിട്ട് തോന്നും. അങ്ങനെ വരുമ്പോൾ ഡ്രാസ്റ്റിക്കലി ഇൻക്രീസിങ് ദ പ്രോബബിലിറ്റി ഓഫ് സബ്സിക്വൻറ്റ് ഇൻ്റർവെൻഷൻ. വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഫേസ്ബുക്കിലേക്ക് നോക്കിയാൽ പല ആൾക്കാർ ഇങ്ങനെ പല സഹായം അല്ലേ, അവിടെ പോസിറ്റീവ് കമൻറ്റുകളും പോസിറ്റീവ് റെസ്പോൺസുകളും വരുന്നതിനനുസരിച്ച് അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. അവിടെ ഉണ്ടാകും പലവരും ഇങ്ങനെ ചീഞ്ഞ് നാറി പല്ലിക്കുത്തുന്ന മാതിരി പലതും ഇരുന്ന് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ വേണ്ടത്. ഏതായാലും സമൂഹത്തിൽ ഇങ്ങനെ സഹായ മെൻറ്റാലിറ്റി ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം. നന്ദി കാണിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകണം. ഇത് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്.
3 സോഷ്യൽ കണക്ഷൻ. ഇങ്ങനെ മെൻറ്റാലിറ്റി ഉണ്ടാണെങ്കിൽ നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ സുദൃഢമായിരിക്കണം. ഇപ്പോൾ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വിസിറ്റ് ചെയ്ത്, അയൽവാസികളെ വിസിറ്റ് ചെയ്ത്, കുടുംബക്കാരെ ജ്യേഷ്ഠനാട്ടെ, എളാപ്പാട്ടെ, മൂത്താപ്പാട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കുശലാന്വേഷണം നടത്തുന്ന ആ കുടുംബത്തിൽ സഹായങ്ങളുണ്ടാവും. നിയമരച്ച് സ്വന്തം കാര്യം, ഞാനായി എൻ്റെ കുട്ടികളെ, എൻ്റെ കുട്ടികളെ, അങ്ങനെ ചിന്തിക്കും, അപ്പിനാന്നൊക്കെ പറയും. അങ്ങനത്തെ അവർക്ക് സഹായം കിട്ടില്ല. ആ മെൻറ്റാലിറ്റി നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. മനുഷ്യൻ ഒരു സമൂഹജീവി ആയതുകൊണ്ട് എപ്പോഴും ആ വട്ടത്തിൽ, ആ വലയത്തിൻ്റെ ഉള്ളിൽ പെടണം. ഒരിക്കലും നമ്മൾ ഒറ്റപ്പെട്ട് കൊന്ത്രമ്പല്ലിൻ്റെ മാതിരി കൊസലാങ്കൊള്ളിയിട്ട് മാറിക്കാൻ പാടില്ല. അങ്ങോട്ട് സഹായം കൊടുത്താലും ഇങ്ങോട്ട് സഹായം കിട്ടിയാലും നമ്മൾ എന്തായാലും പാടില്ല നമ്മളങ്ങനെ ചെയ്തത്. എക്സ്ക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ മിക്കവാറും മനുഷ്യന് മാനസികമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സോഷ്യൽ കണക്ഷൻ സുദൃഢമാക്കുക എന്നുള്ളതാണ്. എത്രമാത്രം കണക്ഷൻ സുദൃഢമാണോ, ഉപ്പയും ഉമ്മയും പെങ്ങന്മാരും ചേട്ടന്മാരും ഉണ്ടല്ലോ, എല്ലാ കാര്യത്തിനും കൂടിയാടി സഹായിക്കുന്ന ഒരു ചിന്താധിക്കാരാണെങ്കിൽ അത് വേണം, അതുണ്ടാക്കണം, സുദൃഢമാക്കണം. കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ സുദൃഢമാക്കുക. ഇതാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ കൂട്ടാൻ, അല്ലെങ്കിൽ പ്രോ സോഷ്യൽ സൊസൈറ്റി ഉണ്ടാക്കാനുള്ള മാർഗം. ഇതുവരെ പറഞ്ഞു വന്നത്, നമ്മളൊരു മനുഷ്യൻ, ദ സെൽഫ്. ഇയാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവനല്ല, മറിച്ച് സമൂഹത്തിൽ ജീവിക്കുന്നവനാണ്. മനുഷ്യൻ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. എട്ടുകാലി വല പോലെ, അല്ലെങ്കിൽ വീട്ടിലുള്ള ഇതുപോലെ നെറ്റ് പോലെ കണക്റ്റഡാണ്. സഹായം കൊടുത്തും കിട്ടിയുമാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ഇത് മാറി നിൽക്കാൻ നമുക്ക് കഴിയില്ല, ഇതില്ലാതിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻറ്റേണലായ അല്ലെങ്കിൽ എക്സ്റ്റേണലായ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണലായ കാരണങ്ങൾ 3 നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഓരോന്നിനും വിശദീകരണം പഠിച്ചു. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് മനുഷ്യരിൽ ബയോളജിക്കലി സൈക്കോളജിക്കലി സഹായ മെൻറ്റാലിറ്റി ഉണ്ടാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിലൂടെ പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂണിറ്റ് 10 ഇവിടെ കഴിഞ്ഞു. ഡൗട്ട്സുകളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.